ഈ DC ബുക്സിൻ്റെ കേരള ഫെസ്റ്റിവൽ ഘടകത്തിൻ്റെ ഭാഷാ സംവാദത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ സംവാദത്തിന് വേണ്ടി നൽകിയിട്ടുള്ള വിഷയം ശ്രേഷ്ഠ മലയാളം, പത്രമലയാളം, അതുപോലെ യന്ത്രമലയാളം എന്ന് 3 മലയാളങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചർച്ചയാണ്. നമുക്കറിയാം, ഭാഷ എന്ന് പറയുമ്പോൾ തന്നെ അത് എല്ലാ തരത്തിലുള്ള അതിർത്തികളും തെറ്റിക്കുന്ന ഒന്നാണ്. ഇങ്ങനെ ഒരു വിഷയ രൂപീകരണത്തിന് പിറകിൽ ഞാൻ ഊഹിച്ചെടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പത്രമലയാളത്തിന് മുമ്പുള്ള അല്ലെങ്കിൽ ശ്രേഷ്ഠ മലയാളം എന്ന് പറയുന്നത് നമ്മുടെ അച്ചടിയുമായി ബന്ധപ്പെട്ട സാമൂഹ്യ സംസ്കാരത്തിൻ്റെ മുമ്പ് വന്ന മലയാള ഭാഷയുടെയും അതിൻ്റെ ഇടുവപ്പുകളെയും കുറിച്ചുള്ളൊരു ചർച്ച എന്നുള്ളതായിരിക്കണം എന്ന് വയ്ക്കും. പത്രമലയാളം എന്ന് പറയുമ്പോൾ അതിന് ഇന്ന് പത്രമലയാളം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നിൽക്കുന്ന ഒന്നല്ല. മാധ്യമ മലയാളം എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ അത് പൂർത്തിയാകുകയുള്ളൂ എന്നുള്ളതാണ്. എങ്കിലും അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉന്നം കാണും. അത് ഞാൻ ഊഹിച്ചെടുത്തത് ഈ ഒരുപാട് അല്ലെങ്കിൽ നീണ്ട കാലമാണ് ഈ അച്ചടി വിദ്യയുടെ അല്ലെങ്കിൽ പ്രിൻ്റ് ടെക്നോളജിയുടെ മാധ്യമം അത് പത്രമാണ്. പ്രിൻ്റ് ടെക്നോളജിയുടെ മാധ്യമം പത്രം എന്നുള്ള നിലയ്ക്ക് നൂറ്റാണ്ടുകളോളം അതിജീവിച്ച, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അതിജീവിച്ച ഒരു മാധ്യമ ശൃംഖല ഈ ശൃംഖലയാണ്. മാത്രമല്ല, നവോത്ഥാനത്തിൻ്റെ ലോകത്തെമ്പാടും നവോത്ഥാനത്തിൻ്റേതായിട്ടുള്ള അലയൊലികളെ ജനതയുടെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുത്ത ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മാധ്യമം ഏതാണെന്ന് ചോദിച്ചാൽ ഈ അച്ചടി മാധ്യമങ്ങളാണ്. എല്ലാത്തരം വിജ്ഞാന വ്യവഹാരങ്ങളെയും അച്ചടി മാധ്യമങ്ങൾ സ്വാംശീകരിച്ചു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തെ ആയിരിക്കണം അങ്ങനെ ഒരു തലക്കെട്ട് പ്രതിനിധീകരിക്കുന്നു എന്നാണ് ഞാൻ വിഭാവനം ചെയ്യുന്നത്. യന്ത്രമലയാളം എന്ന് പറയുമ്പോൾ അച്ചടി വിദ്യകൾക്ക് ശേഷമുള്ള, പ്രത്യേകിച്ച് പ്രിന്റ് ടെക്നോളജി മാധ്യമ ശൃംഖലയ്ക്ക് ശേഷമുള്ള ഒരു ലോകക്രമമുണ്ട്. അത് പലപ്പോഴും ഇലക്ട്രോണിക് മീഡിയേഷനുമായി ബന്ധപ്പെട്ടൊരു ലോകക്രമം. ആ ലോകക്രമത്തിൻ്റെ അടുക്കും ചിട്ടയും മുമ്പ് പറഞ്ഞതിൽ നിന്നും ഏറെ വ്യത്യസ്തമായിട്ടുള്ള ക്രമങ്ങളാണ്. ക്രമം ഇല്ലാതെ, തീരെ ക്രമമില്ലാതെ ഒരുപാട് അക്രമ വ്യവസ്ഥകളിലൂടെ ശിഥിലമായി നിലകൊള്ളുന്ന ഒരു വലിയ ശൃംഖലയാണ്, മാധ്യമ ശൃംഖലയാണ് ഇലക്ട്രോണിക് നെറ്റ്വർക്ക്, ഗ്ലോബൽ വില്ലേജ്, ഇൻഫോർമേഷൻ ടെക്നോളജി, വിവരസാങ്കേതിക വിദ്യ എന്നൊക്കെ നാം ചെയ്യുന്നത്. ഏതായാലും ഈ ചർച്ചയിൽ ഈ 3 വിഷയങ്ങളാണ് എങ്കിലും ഇതിൻ്റെ ബൗണ്ടറികൾ ഇവിടെ സംസാരിക്കുന്ന 3 പേരും ഇതിൻ്റെ ബൗണ്ടറികൾ വെള്ളം കടക്കാത്ത അറകളിലായിട്ട് സൂക്ഷിക്കേണ്ട ആവശ്യമില്ല എന്ന വിനീത അഭിപ്രായമാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത്. കാരണം മാധ്യമത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ഭാഷയെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ അത് തീർച്ചയായും എപ്പോഴും അതിർത്തികളെ ലംഘിക്കുന്ന ഒന്നാണ് എന്നുള്ളത് കൊണ്ടാണ്. 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിലേക്ക് തുടക്കമിടുകയാണ്. കാരണം ഇത് സമയനിഷ്ഠ വളരെ പ്രത്യേകത അർഹിക്കുന്ന ഒന്നാണ് എന്നുള്ളത് കൊണ്ട് തന്നെ 1:45 ഈ ചർച്ച അവസാനിപ്പിക്കണം. 15 മിനിറ്റ് സാമാജികർക്ക് അവരുടെ കാര്യങ്ങൾ, അഭിപ്രായങ്ങൾ പറയാനും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാനും ഒക്കെയുള്ള ഒരു 15 മിനിറ്റ് സമയം വേണം. അതുകൊണ്ട് തന്നെ സമയബന്ധിതമായിട്ട് ഇതിനെ കൊണ്ടുപോകേണ്ടതുണ്ട് എന്ന ചുമതല എനിക്ക് ഉണ്ട്. ഈ മിഖായിൽ ബക്തിൻ എന്ന് പറയുന്ന റഷ്യൻ ചിന്തകൻ, അദ്ദേഹം തത്വശാസ്ത്രജ്ഞനായിരുന്നു. 1920 ആണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. 1920കളിലാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെങ്കിലും കുറേ കാലങ്ങൾക്ക് ശേഷമാണ് അവ പലതും പുറത്തു വരുന്നത്. അക്കാലത്ത് സാറിസ്റ്റ് റഷ്യയുടെ അല്ലെങ്കിൽ റഷ്യൻ സ്വച്ഛാധിപത്യത്തിൻ്റെ കരിനിഴലിൽ പലപ്പോഴും ഒരുപാട് അനുഭവിക്കേണ്ടി വന്ന ഒരു വലിയ എഴുത്തുകാരാണ് മിഖായിൽ ബക്തിൻ. മിഖായിൽ ബക്തിൻ ഭാഷയെക്കുറിച്ചും അറിവ് ആർജനത്തെക്കുറിച്ചും പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ചർച്ച ആരംഭിക്കുകയാണ്. അദ്ദേഹം 3 കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ട് ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ. അദ്ദേഹം ദസ്തോവ്സ്കിയുടെ നോവലുകളെ ആധാരമാക്കിയാണ് തൻ്റെ ഭാഷാ പഠനങ്ങളും തത്വശാസ്ത്രത്തിൻ്റെലേക്ക് അതിനെ നീട്ടി വിപുലീകരിക്കുന്നതുമൊക്കെ അങ്ങനെയാണ്. നോവലിനെയാണ് അദ്ദേഹം മുഖ്യമായിട്ടും ആശ്രയിച്ചത് എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. വാസ്തവത്തിൽ എന്താണ് ഈ ഭാഷ, എവിടെയാണ് ഭാഷ ഉണ്ടാകുന്നത്? ഭാഷയെക്കുറിച്ച് ഒരുപാട് സങ്കല്പനങ്ങളുണ്ട്. അത് നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ട സമയമില്ല.
പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഫോക്കസ് ഞാൻ എടുത്തെന്ന് വെച്ചാൽ ഒരു ഷോർട്ട് കട്ടിലൂടെ ഇതിലേക്ക് പെട്ടെന്ന് എടുത്ത് ചാടാൻ വേണ്ടി മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഈ 3 പരികല്പനകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഡയലോജിസം എന്ന് പറയുന്ന ഒന്നാണ്. സംവാദാത്മകത. ഭാഷ എവിടെയാണ് പിറന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഒരുപാട് സങ്കല്പനങ്ങളുണ്ടെങ്കിലും പൊതുഭാഷ എന്നുള്ള നിലയ്ക്ക് അത് സാമൂഹിക നിർമ്മിതിയുടെ ഭാഗമായി തീർന്നത് തെരുവിലാണ്, അല്ലെങ്കിൽ നാലും കൂടിയ റോട്ടിലാണ്, പാതയിലാണ് എന്ന് ആലങ്കാരികമായിട്ട് നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സങ്കല്പനത്തെ അങ്ങനെ മാറ്റി പറയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഡയലോഗിക് അല്ലാത്ത ഭാഷ പലതരത്തിലുണ്ട്. ഏത് കോണ്ടെക്സ്റ്റിൽ നിന്ന് ജനിച്ചു വീഴുന്ന ഭാഷയായാലും ആ ഭാഷ ഏത് കാലഘട്ടത്തിലെ ഭാഷയായാലും ആ കാലഘട്ടത്തിൽ വിഹരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സന്ദർഭം, ആ സന്ദർഭത്തിൽ തീർച്ചയായിട്ടും ബഹുലമായിട്ടുള്ള സന്ദർഭങ്ങൾ അഭിമുഖീകരിക്കാൻ പറ്റുന്ന ഒരേ ഒരു മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റിയെ പ്രതിനിധീകരിക്കുന്ന ഒന്നാണ് ഭാഷ എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലെങ്കിൽ ഏകഭാഷണപരമായിട്ടുള്ള സ്വഭാവങ്ങൾ ഭാഷക്കുണ്ട്. അതേസമയത്ത് പൊതുഭാഷ എന്നുള്ള നിലയ്ക്ക് തെരുവിൽ നിന്ന് നാലും കൂടിയ സ്ഥലത്ത് നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഭാഷയ്ക്ക് തീർച്ചയായിട്ടും ഈ മോണോലോജിക്കായിട്ടുള്ള ഏകഭാഷണത്തിൻ്റെ എല്ലാത്തരം അതിക്രമങ്ങളെയും അതിലംഘിക്കാൻ പറ്റും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിഖ്യാതമായിട്ടുള്ള വീക്ഷണം. ഈ ഒരു സങ്കല്പനത്തിൽ ഊന്നിക്കൊണ്ട് തീർച്ചയായിട്ടും ഇക്കാലത്ത് ഭാഷയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഈ പറഞ്ഞ 3 തരം ഭാഷാക്രമത്തിനും നമുക്കറിയാം അതിൻ്റേതായിട്ടുള്ള സാങ്കേതികബദ്ധമായിട്ടുള്ള അതിൻ്റെ ഓരോ രൂപങ്ങളുണ്ട്. പക്ഷെ അതിൻ്റെ സങ്കേതങ്ങൾ വളരെ പ്രധാനമാണ്. ഒരു ഭാഷാക്രമത്തിൻ്റെ സങ്കേതം വളരെ പ്രധാനമാണ്. അച്ചടിക്രമത്തിൻ്റെ സങ്കേതമല്ല ഇലക്ട്രോണിക് ആയിട്ടുള്ള ഭാഷാക്രമത്തിൻ്റെ നമുക്കറിയാം. അതുപോലെ തന്നെ അതിന് മുമ്പുള്ള ഭാഷകൾ, എഴുതപ്പെടുന്ന ഭാഷകൾ, കോറിയിടുന്ന ഭാഷകൾ, ഇങ്ങനെ തരത്തിലുള്ള പല പഴയ ഭാഷകൾ അതിൻ്റെ മട്ടും മാതിരിയും അതിൻ്റെ എല്ലുകകൾ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് എന്നും നമുക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും ഇക്കാലത്ത് പ്രത്യേകിച്ച് ലോകം മുഴുവൻ വംശീയമായിട്ടുള്ള അതിക്രമങ്ങളിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, അസ്വാതന്ത്ര്യത്തിൻ്റെ ലോകത്തേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു, ഫാഷിസത്തിൻ്റെ ക്രമത്തിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഭാഷയെക്കുറിച്ചുള്ള ചർച്ചകൾ തീർച്ചയായിട്ടും സാങ്കേതികബദ്ധമായിട്ടുള്ള അതിൻ്റെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങിയാൽ അത് ആനന്ദ് പറഞ്ഞ പോലെ വ്യാകരണം എത്ര മനോഹരമാണ്, കാമ്പെന്തായാലെന്താ എന്ന് ചോദിക്കുന്ന പോലെ ഇരിക്കും. അപ്പോൾ വ്യാകരണത്തിൻ്റെ മനോഹാരിതയേക്കാൾ പലപ്പോഴും വ്യാകരണത്തെ പൊളിക്കുന്ന തരത്തിലുള്ള ഭാഷണം തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ഞാൻ നീട്ടി പറയുന്നില്ല. ഇതിനോട് ചേർത്ത് വായിക്കേണ്ട വളരെ പ്രമുഖമായിട്ടുള്ള 2 സങ്കല്പനങ്ങളാണ് നോം ചോംസ്കിയുടെ ഈ പ്ലാറ്റോ ഫാക്ടർ എന്നും അതുപോലെ തന്നെ ഓർവെൽ ഫാക്ടർ എന്നും പറയുന്ന 2 സങ്കല്പനങ്ങൾ. ഭാഷയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അറിവിൻ്റെ ആർജനവുമായി ബന്ധപ്പെട്ട് ഭാഷ ഉപയോഗിക്കുമ്പോൾ അദ്ദേഹം 2 കാര്യങ്ങളാണ്. അതുകൂടി ഞാൻ ഒന്ന് പറയട്ടെ. അതായത് പ്ലാറ്റോ ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഒരുപാട് അറിവ് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കൂമ്പാരം കൂടുന്നുണ്ട്. വസ്തുത അതൊക്കെ എവിടെ നിന്നാണ്, എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ള അത്ഭുതം കൂറുന്ന ഒന്നാണ് പ്ലാറ്റോ ഫാക്ടർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സങ്കല്പം. മറ്റൊന്ന് അതിന് വിപരീതമായുള്ള സങ്കല്പമാണ്. എത്ര അറിവുകൾ നമ്മളുടെ മുന്നിൽ ഉണ്ടായിട്ടും മനുഷ്യർ എന്തുകൊണ്ടാണ് ഇത്ര അജ്ഞരായിത്തീർന്നത് എന്നുള്ളതാണ് വേറൊരു ചോദ്യം. ജോർജ് ഓർവെൽ എന്ന് പറയുന്ന വിഖ്യാതനായിട്ടുള്ള സാംസ്കാരിക ആൻറ്റി ഫാഷിസ്റ്റ് ആയിട്ടുള്ള നോവലിസ്റ്റും സാംസ്കാരിക ആംഗലേയ സാഹിത്യകാരനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേരിലാണ് ആ ഫാക്ടർ അറിയപ്പെടുന്നത്. ഇത് 2 വിപരീതമാണ്. ഈ ഒരുപാട് അറിവുകൾ നമ്മളുടെ ഒരുപാട് കാര്യം പ്രത്യേകിച്ച് കാലത്ത്. പക്ഷെ എങ്കിലും മനുഷ്യരൊക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ ഒരു ചുറ്റുപാടുകളെക്കുറിച്ച്, ലോകക്രമത്തെക്കുറിച്ച് ഇത്ര അജ്ഞരായി പോകുന്നതിനുള്ള ചോദ്യം ഈ ചോംസ്കി ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പറയുന്ന കാരണം ഇതൊക്കെ ആണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ പറയുന്ന പുതിയ ഒരു കാലത്തെ ഭാഷാ ചർച്ചകളിൽ പലപ്പോഴും മനുഷ്യന് പ്രയോജനപ്രദമായിട്ടുള്ള ഭാഷ എന്നുള്ള നിലയ്ക്ക്, ഭാഷയെ കണ്ടെടുക്കണം എന്നുള്ള നിലയ്ക്ക് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന നിലയ്ക്ക് ഈ ചർച്ച തുടങ്ങി വയ്ക്കുകയാണ്. ഈ ചർച്ചയിൽ പ്രതികരിക്കുന്നത് വളരെ പ്രത്യേകതയുള്ള വിശിഷ്ടരായിട്ടുള്ള 3 വ്യക്തികളാണ്. ഞാൻ അറിയാത്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഇവരെ പരിചയം ഉണ്ട്. ശ്രീ NP രാജേന്ദ്രൻ, അദ്ദേഹം ഒരു വലിയ പത്രപ്രവർത്തകൻ എന്നുള്ള ഒരു സാംസ്കാരിക പ്രവർത്തകനാണ്. നമുക്കറിയാം ഏറെക്കാലമായിട്ടുള്ള ബഹുലമായിട്ടുള്ള സംഭാവനകൾ കൊണ്ട്, അവരവരുടേതായിട്ടുള്ള ബഹുലമായിട്ടുള്ള സംഭാവനകൾ കൊണ്ട് കൈരളിക്ക് കൃത്യമായിട്ടും അറിയുന്ന 3 പേരാണ് ഇവിടെ ഇരിക്കുന്നത്. രണ്ടാമത്തെ ആൾ PK പാറക്കടവാണ്. അദ്ദേഹത്തിനും ഇവർക്കാർക്കും മുഖവരയുടെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഡോക്ടർ ടി വി സുനീത, അവർ അധ്യാപികയാണ്. സൈബർ ഭാഷയെക്കുറിച്ച്, പ്രത്യേകിച്ച് ഇലക്ട്രോണിക് ഭാഷയെക്കുറിച്ച്, അതിൻ്റെ തത്വശാസ്ത്രത്തെക്കുറിച്ച് മലയാളത്തിൽ ഏറ്റവും നന്നായി എഴുതിയ ഒരു വ്യക്തിയാണ്
ശ്രീമതി ഡോക്ടർ ടി വി സുനീത. അപ്പോൾ ഏതായാലും ഇവരെ 3 പേരും ജസ്റ്റ് പരിചയപ്പെടുത്തുന്നു. ഇതിൻ്റെ ഈ പ്രോഗ്രാം തുടങ്ങി വെക്കുന്നതിന് വേണ്ടി അത് ശ്രേഷ്ഠ മലയാളമാണോ, പത്രമലയാളമാണോ, അതുപോലെ തന്നെ ഈ യന്ത്രമലയാളമാണോ എന്ന് ഞാൻ ഇവരോട് പ്രത്യേകിച്ച് നിഷ്കർഷിക്കുന്നൊന്നും അധികാരം എനിക്കില്ല. അത് അവരാണ് കൃത്യമായിട്ട് ഡിസൈൻ ചെയ്യേണ്ടത്. ഏതായാലും അതിൻ്റെ ആദ്യത്തെ പ്രോഗ്രാം തുടങ്ങി വെക്കുന്നതിന് വേണ്ടി ബഹുമാനീയനായിട്ടുള്ള ആദരണീയനായിട്ടുള്ള ശ്രീ NP രാജേന്ദ്രനെ ക്ഷണിക്കുന്നു. താങ്ക് യു. നമസ്കാരം. ഈ ചർച്ചയുടെ വിഷയം പറഞ്ഞു കഴിഞ്ഞതാണ്. വിഷയത്തിൻ്റെ അർത്ഥമെന്ത് എന്നതും കുറേ വ്യാഖ്യാനത്തിന് വാക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ വാക്കേണ്ടി വന്നിരിക്കുകയാണ്. 3ഉം തമ്മിൽ ബന്ധമില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ 3ഉം വ്യത്യസ്തമായിട്ട് തന്നെ ചർച്ച ചെയ്യാൻ മാത്രം വിപുലമായ വിഷയങ്ങളാണ്. യഥാർത്ഥത്തിൽ എനിക്ക് പറഞ്ഞാൽ ഈ ശ്രേഷ്ഠ മലയാളം എന്താണെന്ന് മാത്രമേ എനിക്ക് പിടികിട്ടാണ്ടുള്ളൂ. അതിൻ്റേതായ അക്കാഡമിക്കായ അർത്ഥങ്ങളുണ്ട്. ഞാൻ വാസ്തവത്തിൽ ഒരു കാലത്തും ഇങ്ങനെ ഒരു വാക്ക് കേട്ടില്ല. ഇത് സമീപകാലത്ത് ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എന്തോ ഒരു പൈസ കൊടുക്കുന്നൊരു പരിപാടി വന്നപ്പോഴാണ് ഞാനും കേട്ട് തുടങ്ങിയത്. എൻ്റെ പരിമിതിയായിരിക്കാം, എനിക്കറിയില്ല. ഭാഷയുടെ പഴക്കവുമായും അതിൻ്റെ മേന്മയുമായും ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിനെ നിലനിർത്തുന്നതിന് വേണ്ടി, ക്ലാസിക്കൽ ലാംഗ്വേജസിനെ നിലനിർത്തുന്നതിന് വേണ്ടി തുടങ്ങിയിട്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സാധാരണമായി നമ്മളെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, പത്രം വായിക്കുന്ന ആളുകളൊക്കെ ഇതിനെ മനസ്സിലാക്കാൻ തുടങ്ങിയത്. ഭാഷ എന്ന നിലയിൽ ഞാൻ മലയാള ഭാഷയിലോ അല്ലെങ്കിൽ ഈ വിഷയങ്ങളിലോ പാണ്ഡിത്യമുള്ള ആളല്ല. പക്ഷേ ഭാഷ കൊണ്ട് ജീവിച്ച ഇത്രയും കാലം ജീവിക്കുകയും ഇനിയും ജീവിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരുപാട് ആളുകളുടെ കൂട്ടത്തിൽ ഒരാളാണ്. പത്രപ്രവർത്തകനായിരിക്കെ ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗിക്കുന്ന ആൾ എന്നുള്ള നിലയിലും എനിക്കിതിൻ്റെ ഒരു ഭാഷയുമായിട്ടുള്ള നമ്മുടെ ഒരു ജീവിതവുമായിട്ടുള്ള ബന്ധം കൂടി ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ മലയാളത്തെക്കുറിച്ച് അല്ലെങ്കിൽ പത്രഭാഷയെക്കുറിച്ചുള്ള ചില ധാരണകൾ മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. മലയാളത്തിൻ്റെ ഒരു വളർച്ചയ്ക്ക്, മലയാള ഭാഷയുടെ ഒരു പഴയ കാലത്തെ മലയാളത്തിൽ നിന്ന്, പഴയ കാലത്തെ മലയാളം എങ്ങനെയെന്നൊന്നും ഞാൻ പറഞ്ഞു തരേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വളരെ ഇന്ന് നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു പഴയ ഒരു ആധാരം, ഭൂമിയുടെ നമ്മുടെ വീട്ടിൻ്റെ ഏതെങ്കിലും പഴയ ഒരു ആധാരം എടുത്ത് വായിച്ച് നോക്കിയാൽ നമുക്ക് എങ്ങനെയായിരുന്നു ഒരു കാലത്ത് മലയാളം എഴുതിയിരുന്നത് എന്നറിയാം. പഴയ പത്രങ്ങൾ ചിലപ്പോഴൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഈ അന്നത്തെ പത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ചില പത്രങ്ങളിലൊക്കെ വരാറുണ്ട്, അന്നത്തെ ന്യൂസിനെ കുറിച്ചുള്ള ചെറിയ ന്യൂസിൻ്റെ ഒരു ഇതൊക്കെ ആയിട്ട്. അപ്പോൾ അതിൽ നിന്ന് ആ കാലത്തുണ്ടായിരുന്ന മലയാള ഭാഷയിൽ നിന്ന് ഈ ഭാഷയെ മാറ്റിയെടുക്കുന്നതിൽ സാഹിത്യകാരന്മാരൊക്കെ ഒരുപാട് പങ്കുവഹിച്ചിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ഇത് ജനങ്ങൾ അറിയുന്ന ഒരു ഭാഷയായിട്ട്, ജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു ഭാഷയായിട്ട് ഇതിനെ മാറ്റിയെടുക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് പത്രങ്ങളാണ് വഹിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇന്നിപ്പോൾ നവോത്ഥാനത്തെ പിറകോട്ട് വലിക്കുന്ന ഒരു സ്ഥാപനമാണ് പത്രങ്ങളെന്നൊക്കെയുള്ള ആക്ഷേപം ഉണ്ടായിട്ടുണ്ടെങ്കിലും പഴയ നവോത്ഥാന കാലഘട്ടത്തിൽ ഏറ്റവും പുതിയ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി എഴുത്തും വായനയും അറിയുന്ന ആളുകളിൽ എത്തിക്കുന്നതിന് വേണ്ടി, അവരിൽ നിന്ന് ഏറ്റവും താഴെയുള്ള ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ളത് പത്രങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏത് കാലത്തും എത്രയോ വർഷങ്ങൾക്കിടയിൽ അച്ചടി തുടങ്ങിയതിന് ശേഷമുള്ള ഏത് കാലഘട്ടത്തിൽ നോക്കിയാലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പത്രം വായിച്ചിരുന്ന ഒരു സമൂഹം മലയാളികളുടെ സമൂഹമാണ്. മലയാള ഭാഷയിലെ പത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളിൽ എത്തിയിരുന്നത്. ഇന്നും അതുതന്നെയാണ് അവസ്ഥ. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഹിന്ദി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന, ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ വായിക്കുന്ന ഭാഷ മലയാള ഭാഷയിലെ പത്രങ്ങളാണ്. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ള ഒരു പ്രാധാന്യത്തെ നമുക്കറിയാം. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആവശ്യത്തിലേക്ക് അത്രത്തോളം കടക്കുന്നില്ല. ഞങ്ങളെപ്പോഴും പത്രഭാഷ എന്ന് പറഞ്ഞ് എപ്പോഴും ചർച്ച ചെയ്യാറുള്ള, പത്രപ്രവർത്തകരായിട്ടുള്ള ഞങ്ങൾ ചർച്ച ചെയ്യാറുള്ളത് പലപ്പോഴും പത്രഭാഷയുടെ ഉപയോഗം എങ്ങനെയെല്ലാം മാറ്റേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ മാത്രമേ പത്രത്തിൽ മലയാള ഭാഷ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നതിനെക്കുറിച്ചുള്ള പ്രാക്ടിക്കലായിട്ടുള്ള വളരെ അതിൻ്റെ ഉപയോഗക്രമം സംബന്ധിച്ചുള്ള ചില ചർച്ചകളാണ് ഞങ്ങളുടെ ഇടയിൽ എപ്പോഴും നടക്കാറുള്ളത്. എന്താണ് അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ എന്താണ് ഈ പത്രഭാഷ എന്ന് പറയുന്നതും മറ്റ് സാധാരണ ഭാഷയും തമ്മിൽ എന്താ വ്യത്യാസം? പത്രഭാഷ എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഷ തന്നെ ഉണ്ടോ എന്നുള്ള ചോദ്യം തന്നെ പലപ്പോഴും ചോദിക്കാറുണ്ട്. പല ചർച്ചകളിലും അത് കാര്യമായിട്ട് ഉയർന്നു വരാറുണ്ട്. പത്രഭാഷക്കുള്ള ഏക വ്യത്യാസമെന്ന് പറയുന്നത് അത് വളരെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി എഴുതപ്പെടുന്ന ഒരു ഭാഷയാണ് പത്രങ്ങളിലെ ഭാഷ. അത് വാർത്തകൾ ആരാണ് വായിക്കുന്നത്? വാർത്തകൾ വായിക്കുന്നത് വലിയ
പിന്നെ പണ്ഡിതന്മാർ വായിക്കുന്നുണ്ട്. പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളും പാമരന്മാരായിട്ടുള്ള ആളുകളും സാധാരണ പിന്നെ നവസാക്ഷരർ എന്ന് പറയാവുന്ന ആളുകളും ഒക്കെ തന്നെ ഒരേ ഭാഷയുള്ള സാധനമാണ് വായിക്കുന്നത്, ഒരേ കാര്യമാണ് വായിക്കുന്നത്. പല രാജ്യങ്ങളിലും വ്യത്യസ്ത ക്ലാസസ് ഓഫ് പീപ്പിൾ, ഓരോ വർഗ്ഗങ്ങൾക്ക് തന്നെ പ്രത്യേക തരത്തിലുള്ള പത്രങ്ങളുള്ളതായി കേട്ടിട്ടുണ്ട്. എനിക്ക് അത്ര വലിയ പേരില്ല. സാധാരണ ഏറ്റവും താഴേക്കടയിലുള്ള ആളുകൾ പുതിയ വളരെ അഷ്ടജി ഭാഷ മാത്രം വായിക്കാൻ അറിയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വില കുറഞ്ഞ ഏറ്റവും കൂടുതൽ സെൻസേഷനായിട്ടുള്ള പത്രങ്ങൾ ആണ് ഒരുപാട് ചിലവാകുന്നത്. അവരും 10-25 ലക്ഷം കോപ്പി ചിലവാകുമ്പോൾ ഏറ്റവും ഗൗരവമുള്ള പത്രങ്ങൾ ചിലപ്പോൾ അവിടെ 5-6 ലക്ഷം കോപ്പികൾ മാത്രമേ ചിലവാകുന്നുള്ളൂ എന്ന് വരും. അതൊരു പ്രത്യേക ക്ലാസ് ആളുകളാണ് വായിക്കുന്നത്, മറ്റത് വേറൊരു ക്ലാസ് ആളുകളാണ് വായിക്കുന്നത്. ഇവരുടെ ഭാഷ തമ്മിൽ വ്യത്യസ്തമായിരിക്കും. പക്ഷേ ആ ഒരു അവസ്ഥയൊന്നും മലയാളത്തിലില്ല. മലയാളത്തിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട, മലയാളത്തിലെ ഇന്ത്യൻ ഭാഷകളിൽ മൊത്തത്തിലില്ല. എല്ലാ തരത്തിൽപ്പെട്ട ആളുകളും സമ്പന്നരായാലും ശരി, പാവപ്പെട്ടവരായാലും ശരി, വളരെ വിദഗ്ധന്മാരായിട്ട് ആളായാലും ശരി, പണ്ഡിതന്മാരായാലും ശരി, പാമരന്മാരായാലും ശരി, ഒക്കെ തന്നെ വായിക്കുന്നത് ഒരേ പത്രമാണ്. ഒരേ പത്രത്തിലും ഏതാണ്ട് ഒരേ പിന്നെ വാർത്തകളുമാണ് അവർ വായിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഏറ്റവും താഴെക്കടയിലുള്ള ആളുകൾക്ക്, ഏറ്റവും താഴെക്കടയിൽ ഞാൻ പറയുന്നത് സാമ്പത്തികമായിട്ടല്ല, ഏറ്റവും വിദ്യാഭ്യാസപരമായിട്ട് അത്രയൊന്നും ഭാഷാ ജ്ഞാനമില്ലാത്ത ആളുകൾക്കും മനസ്സിലാക്കാവുന്ന രീതിയിൽ വേണം പത്രത്തിൽ എഴുതേണ്ടത് എന്നുള്ളതാണ് ഒരു പ്രാഥമികമായിട്ട് പത്രപ്രവർത്തനം പഠിപ്പിക്കുന്ന ഒരു കാര്യം. അത് പിന്നെ ഞങ്ങളുടെയൊക്കെ പത്രാധിപരും, മാതൃഭൂമിയുടെ പത്രാധിപരും കേരളത്തിലെ വലിയ പണ്ഡിതനുമായ ഡോക്ടർ എൻ വി കൃഷ്ണവാര്യർ പലപ്പോഴും എഴുതിയിട്ടുള്ളൊരു വിഷയമാണ്. അദ്ദേഹം വളരെ കൃത്യമായിട്ടും അല്ലെങ്കിൽ വളരെ വ്യക്തതയോടും കൂടി പറഞ്ഞിട്ടുള്ള കാര്യം, പത്രഭാഷ എന്ന് പറയുന്നതിനകത്ത് ഒരർത്ഥമേ ഉള്ളൂ: ആർജവമുള്ള ഭാഷ. മനുഷ്യന് എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ പറയുന്ന കാര്യം വ്യക്തമായിട്ട് ആളുകളെ മനസ്സിലാക്കിക്കാൻ ഉപകരിക്കുന്ന രീതിയിൽ എഴുതുക എന്നുള്ളത് മാത്രമാണ് പത്രമലയാളത്തിലെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രമം. നിങ്ങൾക്ക് അത് ഈ ഒരു സങ്കേതം അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തമല്ല, അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തമാണെന്ന് ഞാൻ പറയില്ല. ലോകത്തെമ്പാടുമുള്ള പ്രസിദ്ധീകരണങ്ങളുടെ എല്ലാ പ്രസിദ്ധീകരണങ്ങൾക്കും സ്റ്റൈൽ ബുക്ക് എന്ന് പറഞ്ഞിട്ട് സംവിധാനമുണ്ട്. കേരളത്തിൽ അത് നടപ്പിലാക്കിയത് ആദ്യം കൊണ്ടുവന്നത് എൻ വി കൃഷ്ണവാര്യരാണ്. അത് കൊണ്ടുവന്നത് മലയാള മാതൃഭൂമിയിലൊക്കെ പ്രത്യേകിച്ച് കൊണ്ടുവന്നത് എൻ വി കൃഷ്ണവാര്യരാണ്. മറ്റു പത്രങ്ങൾ ഉണ്ടായതെന്ന് എനിക്കറിയില്ല. എന്തായാലും സ്റ്റൈൽ ബുക്ക് എന്ന് പറയുന്നൊരു സങ്കേതം കൊണ്ടുവന്നത് മറ്റ് ഭാഷകളിൽ നിന്നാണ്. ഇംഗ്ലീഷൊക്കെ സ്റ്റൈൽ ബുക്ക് ഉണ്ട്, എല്ലാ പത്രങ്ങളിലും സ്റ്റൈൽ ബുക്ക് ഉണ്ട്. ഇപ്പം തന്നെ നിങ്ങൾക്ക് വെബ്സൈറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ പത്രങ്ങളുടെ, ഇപ്പോൾ എക്കണോമിസ്റ്റ് എന്ന് പറയുന്ന വലിയ പത്രമുണ്ട്. വലിയ പത്രമല്ലത്, പിന്നെ മാഗസീനാണ്. ഏറ്റവും കൂടുതൽ സാങ്കേതിക കാര്യങ്ങൾ വരുന്നത് പിന്നെ പൊളിറ്റിക്കൽ, ഇൻ്റർനാഷണൽ അഫെയർസ്, പൊളിറ്റിക്സ്, എക്കണോമിക്സ് ഒക്കെ വരുന്ന ഇക്കണോമിസ്റ്റ് വാരികയുടെ പിന്നെ ആ ഒരു പിന്നെ സ്റ്റൈൽ ബുക്കിൻ്റെ അകത്ത് വളരെ പിന്നെ ചുരുക്കത്തിൽ ഒരു 6-7 പോയിന്റുകളായിട്ട് അവരുടെ സ്റ്റൈൽ ബുക്കിൻ്റെ, അവരുടെ ഭാഷയുടെ, പത്ര മലയാളമല്ല പത്ര ഇംഗ്ലീഷ് എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് ഞാനത് ഒരു സൗകര്യത്തിന് വേണ്ടി മാത്രം കുറിച്ച് കൊണ്ടുവന്നാണ്. അവർ അതിൻ്റെ തത്വങ്ങളായിട്ട് പറഞ്ഞ 5-6 തത്വങ്ങളെ പറയുന്നുള്ളൂ. നെവർ യൂസ് എ മെറ്റഫർ, സിമിലി ഓർ അതർ ഫിഗർ ഓഫ് സ്പീച്ച് വിച്ച് യു ആർ യൂസ് ടു സീയിങ് ഇൻ പ്രിൻറ്റ്. സാധാരണമായി കണ്ടുവരുന്ന പിന്നെ എന്താ പറയുക ഉപമകളും അലങ്കാരങ്ങളും നമ്മൾ എഴുതാൻ പാടില്ല എന്ന് അവരുടെ ലേഖകന്മാരോട് പറയുന്നതാണ്. നെവർ യൂസ് എ ലോങ് വേർഡ് വേർ എ ഷോർട്ട് വൺ വിൽ ഡു. ചെറിയ ഒരു വാക്ക്, വലിയ ഒരു വാക്ക് കഴിയുന്നത്ര ഉപേക്ഷിക്കുക. ചെറിയൊരു വാക്ക് കൊണ്ട് സാധ്യമാവുന്നതൊക്കെ ചെറിയ വാക്ക് ഉപയോഗിക്കുക. ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ ടു കട്ട് ഔട്ട് എ വേർഡ്, ഓൾവേസ് കട്ട് ഇറ്റ് ഔട്ട്. ഒരു വാക്ക് വെട്ടിക്കളയണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു വാക്ക് വെട്ടിക്കളഞ്ഞാലും അതിൻ്റെ അർത്ഥം ഒന്നും മാറുകയില്ല, വ്യക്തമായിട്ട് മനസ്സിലാവുമെങ്കിൽ എപ്പോഴും ആ വാക്ക് വെട്ടിക്കളഞ്ഞേക്കണം. നെവർ യൂസ് എ ഫോറിൻ ഫ്രേസ്, എ സയൻറ്റിഫിക് വേർഡ് ഓർ ജാർഗൺ വേർഡ് ഇഫ് യു ക്യാൻ തിങ്ക് ഓഫ് എൻ എവറിഡേ ഇംഗ്ലീഷ് ഈക്വലൻറ്റ്. ഒരു ശാസ്ത്രഭാഷയിലുള്ളത് അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാർക്ക് മനസ്സിലാവുന്നത് ജാർഗൺ നമ്മൾ വിളിക്കുന്ന സാധനം ഉപയോഗിക്കാതിരിക്കുക. അതല്ലാതെ തന്നെ അത് വിഷയം മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. നെവർ യൂസ് എ പാസീവ് വേർ യു ക്യാൻ യൂസ് ആൻ ആക്റ്റീവ്. സാധാരണ നമ്മൾ പറയുന്നതാണ് ആക്റ്റീവ് വാക്കുകൾ പിന്നെ ഉപയോഗിക്കുക എന്നുള്ളത്. ബ്രേക്ക് എനി ഓഫ് ദീസ് സൂണർ ദാൻ സേ എനിത്തിങ് ഔട്ട്റൈറ്റ് ബാർബറസ്. അതായത് ഇത്രയും നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ പറയുന്നത് അബദ്ധമാവാതിരിക്കാൻ, അല്ലെങ്കിൽ പറഞ്ഞത് ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഇതിലേത് നിയമം വേണമെങ്കിലും ലംഘിക്കാവുന്നതാണെന്നാണ്. ഇത് ഇംഗ്ലീഷിലെ പല റോയിറ്റേഴ്സിൻ്റെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പല ഇംഗ്ലീഷ് പ്രസിദ്ധീകരണങ്ങളുടെയും AFPയുടെയും APയുടെയും ഒക്കെ തന്നെ ഈ ഭാഷാ പ്രയോഗത്തെക്കുറിച്ച് പത്രപ്രവർത്തകരോട് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഈ തത്വങ്ങൾ മാത്രമാണ്. അത് ആളുകൾക്ക് മനസ്സിലാവണം മനസ്സിലാവുന്നത് നിങ്ങൾ ജാർഗൺ ഭാഷകൾ ഉപയോഗിക്കുക, ജാഡ ഭാഷകൾ ഉപയോഗിക്കുക. ഇതൊന്നും പത്രപ്രവർത്തനത്തിന് പാടില്ല. പത്രത്തിൻ്റെ സാധാരണ ആളുകൾക്ക് മനസ്സിലാവുന്നത് തന്നെ ഉപയോഗിക്കണമെന്നാണ് അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പൊതുവായി പറയുന്നൊരു തത്വം. ഇപ്പോഴുള്ള ഒരു പത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ പലപ്പോഴും വരുന്നൊരു വിഷയം, പല പത്രങ്ങൾ പല രീതിയിൽ ഉപയോഗിക്കുന്നു. ഒരേ കാര്യം, ഒരേ വാക്ക് തന്നെ അല്ലെങ്കിൽ ഒരേ പ്രയോഗങ്ങൾ തന്നെ പല രീതിയിൽ ഉപയോഗിക്കുന്നു. അത് പലപ്പോഴും സ്ഥലപ്പേരുകളുണ്ട് അതിനകത്ത്, പിന്നെ രാജ്യത്തിൻ്റെ പേരുകളുണ്ട്. അത്തരം പല സംഗതികളും പല പത്രങ്ങൾ പല രീതിയിൽ ഉപയോഗിക്കുന്നത് ശരിയാണോ? എല്ലാ പത്രങ്ങൾക്കും പിന്നെ ഉപയോഗിക്കാവുന്ന എന്തെങ്കിലും ഒരു രീതി കണ്ടെത്തേണ്ടതില്ലേ? ഒരു പത്രത്തിൽ ഇതൊക്കെ ഏറ്റവും കൂടുതൽ ബാധിക്കുക സ്കൂൾ കുട്ടികളാണ്.
രണ്ടോ മൂന്നോ പിന്നെ പത്രങ്ങൾ വാങ്ങുന്ന ഒരു വീട്ടിലെ കുട്ടികൾക്ക് പത്രത്തിൽ പല പ്രയോഗങ്ങളും വായിച്ചാൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന പ്രയോഗമായിരിക്കില്ല പത്രങ്ങളിൽ വരുന്നത്. സ്കൂളിൽ അങ്ങനെ എഴുതിയാൽ ചിലപ്പോൾ 0 മാർക്ക് കിട്ടും. ഉദാഹരണത്തിന് പാകിസ്ഥാൻ എന്നൊരു പിന്നെ ഒരു രാജ്യത്തിൻ്റെ പേരാണ്, നമ്മളെ രാജ്യത്തിൻ്റെ പേരാണ്. പാകിസ്ഥാൻ എന്ന പേര് എല്ലാ പിന്നെ പത്രങ്ങളും ഒന്നുമായിട്ടാണോ എഴുതുന്നത്? അല്ല, ചില പത്രങ്ങളിൽ അത് വ്യത്യസ്തമാണ്. നമ്മൾ സ്ഥാനം എന്ന് എഴുതുന്ന ഉപയോഗിക്കുന്ന പത്രങ്ങളുണ്ട്. മറ്റേ ചെറിയ സ്ഥലം എന്നുള്ള അർത്ഥത്തിലുള്ള സ്ഥലം എന്നുള്ള അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അധിക ആളുകളില്ല, ഇപ്പോൾ അടുത്ത കാലത്താണ് അങ്ങനെ മാറി തുടങ്ങിയത്. ഇത് അപ്പോൾ ഒരു സ്കൂൾ കുട്ടിയെ അല്ലെങ്കിൽ നമ്മൾ വിദ്യാഭ്യാസമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് ഭാഷ എന്ന് പറയുന്നത്. കുട്ടികൾ പഠിക്കുന്നത് തന്നെ ആയിരിക്കണം നമ്മൾ എഴുതുന്ന ഭാഷയും, ഇല്ലെങ്കിൽ കുട്ടികൾ കൺഫ്യൂഷൻ ആവും. അപ്പോൾ പുതിയ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം ഏതാണ് ഭാഷ എന്നുള്ളത് പത്രങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഭാഷ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ആ രീതിയിലുള്ള ഒരു മലയാളത്തിൻ്റെ ഏകീകരണം, ഭാഷയുടെ ഏകീകരണം പത്രരംഗത്ത് വേണം എന്നുള്ള ഒരു ആശയം വളരെ മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അതുണ്ടായിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിൻ്റെ പഴയ കാലത്തെ മലയാളത്തിൽ ഈ സമൃദ്ധോപകാരം എന്നൊക്കെ പറയുന്ന ചിഹ്നങ്ങൾ ഉപയോഗിക്കാതെ ആണ് എഴുതിക്കൊണ്ടിരുന്നത്. പല പത്രങ്ങളിലും ആദ്യകാലത്ത് അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ദീർഘങ്ങളില്ലാത്ത പിന്നെ എഴുതുണ്ടായിരുന്നു. കൊട്ട എന്ന് പറയുന്നതും കോട്ട എന്ന് പറയുന്നതും ഏതാണ്ട് ഒരേപോലെ എഴുതിയിരുന്ന കാലമുണ്ട്. അത് ചില പത്രങ്ങളുടെ ഉദാഹരണത്തിന് പിന്നെ വർഗീസ് മാപ്പിളയുടെ കേരളമിത്രം പത്രത്തിന് ശേഷം, അതേ പിന്നെ മനോരമ വന്നതിന് ശേഷമാണ് ആ രീതിയിലുള്ള അത് സാർവത്രികമായിട്ട് പത്രങ്ങളിൽ അങ്ങനെ ഫുൾ സ്റ്റോപ്പ് പോലും ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പഴയ ആധാര ഭാഷ നോക്കിയാൽ ഫുൾ സ്റ്റോപ്പില്ല. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നത് ഏതെങ്കിലും ഗവൺമെൻറ് തീരുമാനിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തീരുമാനിച്ചിട്ടോ അല്ല. ഇത് മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അത്തരം ഭാഷയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. ആ രീതിയിലുള്ള മാറ്റങ്ങൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിലും ഉണ്ടാക്കേണ്ടതിനുള്ള ഒരു കൂട്ടായ്മയോടെയുള്ള കൂട്ടത്തോടുള്ള ശ്രമങ്ങൾ നടക്കേണ്ടതില്ല എന്നതിൻ്റെ ഒരാശയം ഉയർന്നു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും പല ഗവൺമെൻറ്റുകൾ അതുപോലെ അതിനുവേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട്. മലയാള ശൈലി എന്ന് പറയുന്ന പുസ്തകങ്ങൾ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷേ സ്വാഭാവികമായും അത് പത്രപ്രവർത്തകരുടെ ഇടയിലോ പത്രങ്ങളിലോ മാത്രം എത്തിയിട്ടില്ല. എൻ്റെ കൈവശം ഒരു പുസ്തകമുണ്ട്. അത് 2011 ഗവൺമെൻറ് ഇറക്കിയ ഒരു പുസ്തകമാണ്. പ്രസ് അക്കാഡമി, മീഡിയ അക്കാഡമി നടത്തിയിട്ടുള്ള ഒരുപാട് അന്വേഷണങ്ങളുടെയൊക്കെ ഫലമായി സബ് കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ടാണ് ആ ഓരോ വാക്കുകളും ഉപയോഗത്തെ പറ്റി ഉള്ള പിന്നെ തീരുമാനങ്ങൾ ഉണ്ടാക്കിയതും അത് ഒരു അച്ചടിച്ച് എല്ലാവർക്കും എത്തിക്കുകയും ചെയ്തതും. പക്ഷേ അതുപോലും എല്ലാം ഞാൻ അതിലൊരു ഒരു കമ്മിറ്റി അംഗമായിരുന്ന ഒരാളോട് നിന്ന് സംസാരിച്ചു. അതിലൊരു വിഷയം മുസ്ലിം പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഓരോ പത്രവും മുസ്ലിം പത്രങ്ങൾ തന്നെ പല രീതിയിലും പലതാണ് എഴുതുന്നത്. അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് എന്തെങ്കിലും ഒന്നായി തീരുമാനിക്കണമെന്നുള്ള ഒരു ധാരണയിലെത്തുകയും അതിനു വേണ്ടിയിട്ട് സെപ്പറേറ്റായിട്ട് സബ് കമ്മിറ്റി ഉണ്ടാക്കുകയും അവർ ഒരു പിന്നെ രൂപം ഉണ്ടാക്കുകയും ചെയ്തു. ഉദാഹരണം നമ്മൾ വളരെ സാധാരണക്കാരായ ആൾക്കാരുടെ റംസാൻ എന്ന് പറയുന്ന വാക്ക് പോലും പല പത്രങ്ങളും പല രീതിയിലാണ് എഴുതുന്നത്. അപ്പോൾ അങ്ങനെ അത് ഒഴിവാക്കാൻ വേണ്ടി ആ കമ്മിറ്റി തീരുമാനിക്കുകയും അതിനുവേണ്ടി വളരെ പിന്നെ ആലോചനകൾ നടത്തിയതിന് ശേഷം ഒരു കൃത്യമായിട്ടുള്ള ഒരു പിന്നെ നിയമാവലി എന്നൊക്കെ പറയാവുന്ന ഒരു സംഗതി ഉണ്ടാക്കുകയും ചെയ്തെങ്കിലും അത് പ്രാവർത്തികമായില്ല. അത് നടപ്പിലായില്ല. ഇന്നും അത് പത്രക്കാർക്ക് പോലും അറിയില്ല, അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയ കാര്യം അറിയില്ല. അത് ആളുകൾ എത്തിയിട്ടുള്ള ഗവൺമെൻറ് അങ്ങനെ തീരുമാനിച്ച ഗവൺമെൻറ് അത് ചെയ്തു എന്ന് പറയുന്നത് ഗവൺമെൻറ് അവിടെ വെച്ചു, അതിൻ്റെ പൈസ ചിലവായി കഴിഞ്ഞു. ഈ അതിനെപ്പറ്റി ഗവൺമെൻറ് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ പ്രശ്നങ്ങൾ പല ഭാഷയുടെ ഏകീകരണ ശ്രമങ്ങളും വിജയിച്ചിട്ടില്ല, പരാജയപ്പെടുന്നു. ഏകീകരണം വേണോ? ആ രീതിയിൽ എല്ലാ പത്രങ്ങൾക്കും വ്യത്യസ്തമായ ഭാഷ ഉണ്ടാക്കിക്കൂടെ? എന്താണ് ബഹുസ്വരത എന്ന് പറയുന്നത് പോലെ ഭാഷയുടെ കാര്യത്തിലും ബഹുസ്വരത ഉണ്ടായിക്കൂടെ? ഓരോരുത്തർക്കും ഓരോ തരം ഭാഷ ഉപയോഗിച്ചുകൂടെ എന്ന ചോദ്യത്തിന് ഉള്ള മറുപടി വിദഗ്ധന്മാരായിട്ടുള്ള ഉമ്മറിനെ പോലുള്ള ആളുകൾ പറയേണ്ടതാണ്. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ പറയാൻ അറിയില്ല. യന്ത്രഭാഷ അതിനെക്കുറിച്ച് ഒരു വാചകം മാത്രം ഞാൻ അതിനെക്കുറിച്ച് പറയാം. യന്ത്രഭാഷ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിരുന്ന യന്ത്രഭാഷയിലെ യഥാർത്ഥത്തിൽ പിന്നെ ഉമ്മർ ഉമ്മർ ഇവിടെ വിവരിച്ച യന്ത്രഭാഷ ഒരുപക്ഷെ അല്ല, ഉമ്മർ പറഞ്ഞതാണ് ശരി എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ മലയാളം പുതിയ യന്ത്രങ്ങളിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത് കമ്പ്യൂട്ടർ വരുന്നതിന് മുമ്പേ ടൈപ്പ് റൈറ്റർ വന്നപ്പോഴാണ് മലയാള ഭാഷയെ യന്ത്രത്തിന് വേണ്ടി രൂപാന്തരപ്പെടുത്തിയത്. ആ രൂപാന്തരം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മലയാള ഭാഷയിലെ പിന്നെ ലെറ്റേഴ്സ് പിന്നെ ഒരുപാട് വെട്ടിക്കുറച്ച് ടൈപ്പ് റൈറ്റിങ്ങിന് വേണ്ടി സഹായമായ രീതിയിൽ വളരെ കുറച്ചുകൊണ്ട് 10-26 അക്ഷരങ്ങൾ കൊണ്ട് തമിഴ് ഭാഷ പിന്നെ ഇംഗ്ലീഷ് ഭാഷയും മറ്റ് യൂറോപ്യൻ ഭാഷകൾ ഒപ്പിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭാഷകളിലൊക്കെ 50-60 ഒക്കെ ഉണ്ട്. അത് വെട്ടിക്കുറച്ചാൽ മാത്രമേ ടൈപ്പ് റൈറ്റർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് തീരുമാനിച്ചിട്ട് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രത്യേകമായ ശ്രമം നടത്തി. എൻ വി കൃഷ്ണമാരുടെ നേതൃത്വത്തിൽ തന്നെ നടത്തിയിട്ട് ഒരുപാട് വാക്കുകൾ അക്ഷരങ്ങളൊക്കെ വെട്ടിക്കുറച്ച് പുതിയൊരു സാങ്കേതിക രീതികളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഭാഷ ടൈപ്പ് റൈറ്ററിന് വേണ്ടി മാറ്റിയെടുത്തത്. ഇതേ ഭാഷ തന്നെ ഇന്ന് കമ്പ്യൂട്ടറിൽ വരുന്നുണ്ട്. കമ്പ്യൂട്ടറിൽ വന്നപ്പോൾ ഇത് പഴയ മലയാളം, ഞാൻ സ്കൂളിൽ പഠിച്ച മലയാളമല്ല പത്രത്തിൽ ഉപയോഗിക്കുന്ന മലയാളം. അത് ഒരുപാട് വാക്കുകൾ വ്യത്യസ്തമായിട്ടാണ് എഴുതുന്നത്, ഒരുപാട് കൂട്ടക്ഷരങ്ങളും മറ്റക്ഷരങ്ങളും ഒക്കെ വ്യത്യസ്തമായിട്ട് എഴുതാൻ. പക്ഷേ ആ പഴയ ഭാഷയിൽ തന്നെ മലയാളം എഴുതാവുന്ന രീതി ഇന്ന് കമ്പ്യൂട്ടറിൽ വന്നു കഴിഞ്ഞു. കമ്പ്യൂട്ടറിൽ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ മലയാളം എഴുതാം. മാതൃഭൂമിയുടെയോ മനോരമയുടെയോ എനിക്ക് കൃത്യമായിട്ടല്ല, മാതൃഭൂമിയുടെ പത്രത്തിൽ ഉപയോഗിക്കുന്ന ആ അക്ഷരങ്ങളല്ല മാതൃഭൂമിയുടെ പിന്നെ ഓൺലൈനിൽ ഉപയോഗിക്കുന്ന മലയാളം. പഴയ മലയാളമാണ് ഉപയോഗിക്കുന്നത്.
അതെന്തെങ്കിലും ഒരു വലിയ നയപരമായ തീരുമാനത്തിൻ്റെ ഫലമായിട്ടുണ്ടായതല്ല. അത് അങ്ങനെ മതി എന്നങ്ങ് തീരുമാനിച്ചപ്പോൾ അങ്ങനെ അങ്ങ് ഉണ്ടായി. അതിനാരും ചോദ്യം ചെയ്തുമില്ല, അത് തിരിച്ചറിഞ്ഞ പോലുമില്ല. പഴയ ആളുകൾക്കൊന്നും തിരിച്ചറിഞ്ഞ പോലില്ല, പഴയ ഭാഷ തന്നെയാണോ പുതിയ ഭാഷയാണോ എന്ന് ആരും ചോദിച്ചിരിക്കുന്ന പോലില്ല. അപ്പോൾ ആ രീതിയിൽ ഭാഷയ്ക്ക് അതിൻ്റെ പഴയ തനിമയിലേക്ക് തിരിച്ചു പോകാൻ കിട്ടിയ ഒരു അവസരമാണ് ഈ യന്ത്രങ്ങളിലൂടെ കിട്ടിയിട്ടുള്ള ഈ അവസരം. ആ അവസരം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ടോ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഉമ്മർ പറഞ്ഞതുപോലെ പുതിയ ടെലിവിഷൻ്റെ ഭാഗമായിട്ടും മറ്റ് ചാനലുകളുടെ പിന്നെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്രസിദ്ധീകരണങ്ങളിൽ കൂടി വന്നപ്പോൾ ഭാഷയുടെ വ്യാകരണം ഭാഷ പ്രത്യേകിച്ചും വെറും സംസാര ഭാഷയായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ടി വിയിൽ ഉപയോഗിക്കുന്നത് സംസാര ഭാഷയാണ്. ഓൺലൈൻ മീഡിയകളിൽ എഡിറ്റിങ്ങോ പ്രൂഫ് റീഡിങ്ങോ പോലും നടക്കുന്നില്ല. സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പറയുകയും വേണ്ട, എന്തു തെറിയും ആർക്കും എങ്ങനെയും എഴുതാവുന്ന രീതിയിലുള്ള ഭാഷയാണ് വരുന്നത്. ഇത് എങ്ങനെയാണ് ഭാവി മലയാളത്തെ സ്വാധീനിക്കാൻ പോകുന്നത് എന്നുള്ള വളരെ വളരെ ഗൗരവമേറിയ വിഷയം കൂടി ഉമ്മർ പറഞ്ഞതിൻ്റെ അകത്ത് ഉണ്ട്. അതും കൂടി ചർച്ച ചെയ്യപ്പെടാവുന്നതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. ശ്രീ എൻ പി രാജേന്ദ്രൻ, ഇതിൻ്റെ ഒരു മോഡറേറ്റർ എന്നുള്ള എനിക്ക് ഒരു സമ്മപ്പ് കാര്യമായിട്ട് പറയേണ്ടതൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ചർച്ചയ്ക്ക് കൂടുതൽ സമയം കണ്ടെത്താതായിരിക്കും നന്നാവുക. ഏതായാലും ഈ പത്രഭാഷയുടെ ഒരു അച്ചടക്കത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ശ്രീ എൻ പി ആർ സംസാരിച്ചത്. കാരണം ദീർഘകാലം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം അതായിരുന്നു എന്നുള്ള നിലയ്ക്ക് ആധികാരികമായിട്ടുള്ള ആ ഒരു തൊഴിലിൻ്റെ ഒക്കെ രംഗത്ത് നിന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. പക്ഷെങ്കിലും ഈ സ്റ്റൈൽ ബുക്ക്, എക്കണോമിക് സ്റ്റൈൽ ബുക്കുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കേണ്ട, അതും അതിൻ്റെ അകത്ത് വരുന്നതാണെങ്കിലും നെവർ യൂസ് എ മെറ്റഫർ എന്ന് പറയുന്ന ഒരു കാലക്രമം ഇന്ന് പത്രങ്ങൾക്ക് പോലും സാധ്യമാണോ എന്നുള്ളതാണ് ചിന്താവിഷയം. അത് കൂടുതൽ ചർച്ച ചെയ്യാനായിട്ട് സന്നദ്ധമാവേണ്ടത് സദസ്യരാണ്. ഒരു മെറ്റഫർ ഉപയോഗിക്കാതെ ഇന്ന് യഥാർത്ഥത്തിൽ പത്രഭാഷ നിലനിൽക്കുമോ? അല്ലെങ്കിൽ മെറ്റഫർ വസ്തുതകൾ പോലും ഇല്ലാതാകുകയും മെറ്റഫറുകൾ മാത്രം കൂടിക്കൊള്ളുകയും ചെയ്യുന്ന തരത്തിലേക്ക് മാനക ഭാഷയുടെ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പത്രങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ട്. ഏതായാലും അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ വേറെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഭാഷ പഴയ തനിമയിലേക്ക് തിരിച്ചു പോകുന്നു എന്നുള്ളതാണ്. അല്ല, എല്ലാത്തരം തനിമകളിലേക്കും തിരിച്ചു പോകാനുള്ള സാധ്യതകൾ പുതിയ മാധ്യമം, അല്ല പ്രത്യേകിച്ച് നെറ്റ്വർക്ക് മാധ്യമ ശൃംഖല ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞതിനർത്ഥം. ഏതായാലും സദസ്യർക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവുമെന്ന് എനിക്കറിയാം. ഇനി അടുത്തത് ഈ ഇതിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് ശ്രീ പി കെ പാറക്കടവാണ്. അദ്ദേഹം നമുക്കറിയാം പലപ്പോഴും ഈ ഭാഷയുടെ ആയാലും ഈ സാമൂഹിക സംസ്കാരത്തിൻ്റെ ആയാലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഫാഷത്തിൻ്റെ ആയാലും പ്രശ്നങ്ങൾ വരുമ്പോൾ അതിലേക്ക് എടുത്തു ചാടി തൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേക ഭാഷാക്രമത്തെ നമ്മുടെ മുന്നിലേക്ക് എടുത്തെറിയുന്ന ഒരാളാണ് ഇത്. ഈ മുരുകൻ്റെ പുസ്തകം നിരോധിച്ച സമയത്താണ് ഞാൻ ഓർക്കുന്നു, അദ്ദേഹം രാമായണം നിരോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു തലക്കെട്ട് ഒരു വാർത്ത എഴുതുകയുണ്ടായി, ഒരു ലേഖനം എഴുതുകയുണ്ടായി. വാസ്തവത്തിൽ ആ ഒരൊറ്റ തലക്കെട്ട് തന്നെ പ്രകോപനപരമാണെങ്കിലും ഈ കീഴാളരായിട്ടുള്ള തീർച്ചയായിട്ടും ഈ വളരെ കീഴാളരായിട്ടുള്ള എഴുതുന്നവരൊക്കെ നിരോധിക്കേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം നിരോധിക്കേണ്ടത് ഈ വ്യാസനായിട്ടുള്ള അധികൃതൻ എഴുതിയ രാമായണമാണ് എന്ന അഭിപ്രായമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു. ഏതായാലും ഇത്തരം കാര്യങ്ങൾ കുറേ കൂടി ഈ നമ്മുടെ മുന്നിലേക്ക് വലിച്ചഴിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന് ഈ മൈക്ക് കൈമാറുന്നു. ശ്രേഷ്ഠ ഭാഷ, പത്രഭാഷ, യന്ത്രഭാഷ, ഈ ഭാഷകളെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് മലയാളിക്ക് മലയാളം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അടുത്ത് നടന്ന ജല്ലിക്കെട്ട് സമരം ഓർക്കുകയാണ്. തമിഴ് വസന്തം എന്നൊക്കെ നമ്മൾ പേരിട്ട് വിളിച്ച ജല്ലിക്കെട്ട് സമരം തെറ്റോ ശരിയോ എന്നതിനപ്പുറം തമിഴൻ്റെ ഭാഷ, തമിഴൻ്റെ സംസ്കാരം, തമിഴൻ്റെ തനിമ ഇത് നിലനിർത്താനുള്ള ജീവൻ മരണ പോരാട്ടമായിരുന്നു അവർക്ക് ജല്ലിക്കെട്ട് പ്രക്ഷോഭം എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഭാഷ തമിഴരുടെ ഉയിരും മണ്ണുമാണ്. ഉടൽ മണ്ണുക്ക് ഉയിർ തമിഴുക്ക് എന്നാണ് അവരുടെ ആത്മവാക്യം. ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവിനെ ചെമ്മൊഴിയെ, തായ്മൊഴിയെ എന്നവർ സംബോധന ചെയ്യും. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു നേതാവിനെ മലയാളമേ എന്ന് നമ്മൾ ആരും സംബോധന ചെയ്യാറില്ല. മലയാളി വ്യത്യസ്തനാണ്. മക്കളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ അയച്ച്
നമ്മൾ ഭാഷാ സംരക്ഷണത്തെക്കുറിച്ച് സംസാരിക്കും. വീട്ടിലും ഓഫീസിലും ഔദ്യോഗിക കാര്യങ്ങളിലും ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നവർ തന്നെ മലയാളത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് ചാനലുകളിൽ ചർച്ച നടത്തും. എൻ്റെ മക്കൾക്ക്, എൻ്റെ പേരമക്കൾക്ക് മലയാളം അറിയില്ല എന്ന് പറയുന്ന ഒരേ ഒരു ജനവിഭാഗം മാത്രമേ ഈ ഭൂലോകത്തുള്ളൂ. ഒരു ഭാഷ അറിയാത്തത് കേമമാണെന്ന് കരുതുന്ന ആ വർഗം മലയാളികളാണ്. എനിക്ക് ഇന്നത് അറിയാം എന്നല്ല, എനിക്ക് എൻ്റെ മക്കൾക്ക്, എൻ്റെ പേരക്കുട്ടിക്ക് ഒരു ഭാഷ അറിയില്ല എന്നതിൻ്റെ പേരിൽ കേമത്തം നടിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. മലയാളം അത്ര മോശമായ ഒരു ഭാഷയല്ല. ലോകത്തെ ആദ്യത്തെ 30 ഭാഷകളിൽ 3-1 ഇന്ത്യൻ ഭാഷകളാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഉപയോഗിക്കുന്ന സംസ്ഥാന ഔദ്യോഗിക ഭാഷ മലയാളമാണ്. ഗ്രീക്ക് ഉൾപ്പെടെ പല യൂറോപ്യൻ ഭാഷകളെക്കാളും ആളുകൾ മാതൃഭാഷയായി ഉപയോഗിക്കുന്ന ലോക ഭാഷകളിൽ 26ാം സ്ഥാനത്ത് നിൽക്കുന്ന ഭാഷയാണ് മലയാളം. ജാതി ഭേദമില്ലാതെ കേരളത്തിലെ 97% ജനങ്ങളും ഉപയോഗിക്കുന്ന ഒരു ഭാഷ. ആ ഭാഷ എൻ്റെ കുട്ടിക്കറിയില്ല, എൻ്റെ പേരക്കുട്ടിക്ക് അറിയില്ല എന്ന് പറയുന്നത് മേന്മയായി കൊണ്ടു നടക്കുന്ന ഒരു വർഗം തന്നെയാണ് ഭാഷയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് വളരെ ചിന്തിച്ചാൽ രസമുള്ള ഒരു സംഗതിയാണ്. നേരത്തെ ഉമർ തറമേൽ പറഞ്ഞതുപോലെ പത്രഭാഷ എന്നല്ല, മാധ്യമ ഭാഷ എന്നാണ് പറയേണ്ടത്. കാരണം പത്രഭാഷയേക്കാൾ കൂടുതൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് ചാനൽ ഭാഷയാണ്. ഒന്നുകിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം, ഇതല്ല നടക്കുന്നത്. ഇംഗ്ലീഷും മലയാളവും കൂടിക്കലർന്ന രണ്ടും കെട്ട ഒരു ഭാഷയാണ് നമ്മുടെ ചാനലുകളിൽ നിന്ന് നമ്മൾക്ക് കേൾക്കാൻ കഴിയുന്നത്. ഇനി മലയാളമാണെങ്കിൽ പശ്ചിമ ബംഗാളിൽ നിശ്ചയിച്ച പ്രകാരം തുടങ്ങിയ മലയാള ഭാഷ, പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വന്ന പശ്ചാത്താപം തുടങ്ങിയ രീതിയിലുള്ള ഭാഷ, അല്ലെങ്കിൽ തെക്കൻ കേരളത്തിലുള്ളവർ ചർച്ചയ്ക്ക് വരുമ്പോൾ ഭാരതത്തിൻ്റെ ഭാവി ഭാസുരമാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, അങ്ങനെയൊക്കെയാണ് നമ്മൾ ചാനൽ മലയാളം അറിയുന്നത്. ചാനല് മലയാള ഭാഷയോട് ചെയ്ത ദ്രോഹത്തിന് ഒരു കയ്യും കണക്കുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പത്രഭാഷ, നമ്മൾ രാജേന്ദ്രൻ അതിനെക്കുറിച്ച് എന്നെക്കാൾ ആധികാരികമായി സംസാരിക്കാൻ അർഹതയുള്ള ആളാണ്, വളരെയേറെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ പത്രഭാഷയിൽ നമ്മൾ ഭൂതകാലം ഇല്ലാതായിരിക്കുന്നു. നമ്മൾക്ക് മലയാളിക്ക് ഭൂതകാലം ഇല്ല. പോലീസ് കള്ളനെ പിടിച്ചു മർദ്ദിച്ചു എന്നൊരു പത്രത്തിലും നിങ്ങൾ കാണില്ല. പോലീസ് കള്ളനെ പിടിക്കുകയും മർദ്ദിക്കുകയുമായിരുന്നു എന്നാണ് എല്ലാ പത്രങ്ങളും എഴുതുക. അതുപോലെ തന്നെ ഈ വിവർത്തനം നടത്തുമ്പോഴും പത്രങ്ങൾ തനിമയും ശുദ്ധിയും ഒരിക്കലും പാലിക്കാറില്ല. കോൺഗ്രസ് പിളർന്ന കാലത്ത് ഒരു ഫ്ലാഗ് പ്രൊട്ടക്റ്റിംഗ് ഫോഴ്സ് എന്നൊരു സംഘടന രൂപീകരിച്ചിരുന്നു. അതിന് മലയാള പത്രങ്ങൾ മുഴുവൻ കൊടുത്തത് പതാക സംരക്ഷണ സേന എന്നായിരുന്നു. തനി മലയാളമായ കൊടി കാക്കും പട എന്ന് ഒരു പത്രവും ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ തനിമയെക്കുറിച്ച് ധാരാളം സംസാരിക്കുമെങ്കിലും ഇങ്ങനെയുള്ള തനിമയുള്ള വാക്കുകൾ മൊഴിമാറ്റം നടത്തുമ്പോൾ നമ്മൾ വിട്ടുപോകാറുണ്ട്. പിന്നെ അവസാനമായി യന്ത്രഭാഷ, അതിനെക്കുറിച്ച് സുനിത ആധികാരികമായി തന്നെ സംസാരിക്കും. SMS ഭാഷയെക്കുറിച്ച് ലോകമെങ്ങും ഇന്ന് പഠനങ്ങൾ നടക്കുന്നുണ്ട്. ലോകപ്രശസ്ത ഭാഷാശാസ്ത്രജ്ഞനായ ഡേവിഡ് ക്രിസ്റ്റലിൻ്റെ ടെക്സ്റ്റിംഗ് ദ ഗ്രേറ്റ് ഡിബേറ്റ് എന്ന പുസ്തകത്തിൽ ഇംഗ്ലീഷ് ഇതര ഭാഷകളെക്കുറിച്ചുള്ള അധ്യായത്തിൽ പരാമർശിക്കുന്ന ഏക ഇന്ത്യൻ ഭാഷ മലയാളമാണ്. മലയാളത്തിൻ്റെ അക്ഷരബാഹുല്യവും വാചകങ്ങളുടെ നീളക്കൂടുതലുമൊക്കെ ക്രിസ്റ്റൽ ചൂണ്ടിക്കാണിക്കുന്നു. ഞാൻ ഏറെയൊന്നും പറയുന്നില്ല. ചെറിയ കഥകൾ എഴുതുന്ന ഒരാൾ വലിയ ഒരു പ്രസംഗം നടത്തുന്നത് ശരിയല്ല. അതുകൊണ്ട് ഭാഷയെക്കുറിച്ച് ഞാൻ എഴുതിയ ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. പ്രായോഗികം. കുഞ്ഞുങ്ങളെ നമ്മൾ വേരോടെ പിഴുതെടുക്കുക, വേരിൽ നിന്ന് ചളിയും മണ്ണും കഴുകിക്കളയുക.
എന്നിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക. ഇംഗ്ലീഷ് കുത്തിവെക്കുക മറക്കരുത്, വിദേശത്തേക്ക് കയറ്റി അയക്കാനുള്ളതാണ്. വളരെ രസകരമായിട്ട് തൻ്റെ വീക്ഷണം അദ്ദേഹം അവതരിപ്പിച്ചു. ഒരു സർഗാത്മക സാഹിത്യകാരൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ആ തരത്തിലുള്ള ഒരു എക്സ്പ്രഷനാണ് കൂടുതൽ ഭാഗമാകുന്നതെന്ന് നമുക്കറിയാം. അതിന് വളരെ സന്തോഷമുണ്ട്. ഈ ശ്രേഷ്ഠ ഭാഷ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഈ തമിഴ് ഭാഷയെക്കുറിച്ചും അവരുടെ ഇടുവെപ്പുകളെക്കുറിച്ചും അതുപോലെ തന്നെ അവിടെ സാംസ്കാരികമായിട്ടുള്ള അവിടെ ഉള്ള അഭിമാനത്തെക്കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കുക മാത്രമല്ല അവിടെ എല്ലാ ക്രമത്തിലും യഥാർത്ഥത്തിൽ ശ്രേഷ്ഠ ഭാഷ എന്ന് പറയാൻ, ശ്രേഷ്ഠ മലയാളം എന്ന് പറയാൻ മലയാളത്തിന് അർഹത ഇല്ല എന്നാണ് മുഖ്യ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു വെച്ചത്. കാരണം അതിന് വളരെ കുറച്ച് കാലപ്പഴക്കേ ഉള്ളൂ. ഒന്ന്, അതുപോലെ തന്നെ വ്യത്യസ്ത തലത്തിലുള്ള പാഠങ്ങൾ, ടെക്സ്റ്റുകൾ ഉൽപ്പാദിപ്പിക്കാൻ മലയാളത്തിന് സാധ്യമായിട്ടില്ല. അതിൻ്റെ അക്ഷരമാലയിൽ തന്നെ പിൽക്കാലത്ത് വന്ന് ഭവിച്ച ഒരുപാട് സാംസ്കൃതിക സ്വഭാവവും മറ്റൊക്കെ കാരണം യഥാർത്ഥത്തിൽ മലയാളത്തിൻ്റെ നിന്നും വിട്ട് അത് സംസ്കൃതത്തിൻ്റെ നിലയിലേക്ക്, അതിൻ്റെ ഒരു പദസമ്പത്തിൻ്റെ സംസ്കൃതത്തിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നതൊക്കെ പറയുന്നുണ്ട്. അതായത് ഇതെന്താ വെച്ചാൽ അതുകൊണ്ട് തന്നെ ഈ ശ്രേഷ്ഠ മലയാളം ഒക്കെ പറ്റുന്ന ഒരു തെന്നിന്ത്യൻ ഭാഷ യഥാർത്ഥത്തിൽ തമിഴ് തന്നെയാണ്. തമിഴ്ക്ക് അവരുടെ എല്ലാ തലങ്ങളും അവർ പരിഭാഷയുടെ കാര്യം അദ്ദേഹം പറയുകയുണ്ടായി. പരിഭാഷയുടെ കാര്യം തമിഴരാണ് ഏറ്റവും നല്ല പരിഭാഷകൾ. എല്ലാ കാര്യങ്ങൾക്കും പുതിയ ഒരു ആംഗലേയ വാക്ക് പദം കിട്ടിയാൽ, മറ്റേത് വൈദേശിക പദം കിട്ടിയാലും അവർ അപ്പം തന്നെ അതിന് തമിഴ് പദങ്ങൾ ഉണ്ടാകും. അപ്പോൾ ടി.ഡി. രാമകൃഷ്ണൻ ഈയിടെ കണ്ടപ്പോൾ അദ്ദേഹം ഒരുപാട് ഇങ്ങനെയുള്ള കഥകൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ ഒരു വാക്ക് ഇതാണ്, ഫാൻസ് എന്ന്. നമ്മൾ സാധാരണ മോഹൻലാൽ ഫാൻസ്, മമ്മൂട്ടി ഫാൻസ് എന്നൊക്കെ ഫാൻസ് എന്ന് പറയല്ല, അവർ പറഞ്ഞ് വിശറി എന്നാണ്. ആലോചിച്ച് നോക്കും, വിശറിയാണ്. നമ്മൾ വിശറി എന്ന് എങ്ങാനും ഒരാളെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊരു അപമാനിക്കുന്നത് തുല്യമായിരിക്കും. വിശറി, അത് ഫാൻ എന്ന് പറഞ്ഞാൽ വിശറി, അവർക്ക് വിശറി തന്നെയാണ്, അല്ല വേറെ ഒന്നുമല്ല. അപ്പം അങ്ങനെ ടെലിഫോണ്, തലയിപ്പേശി എല്ലാം ഈ തമിഴർ അങ്ങനെ അതിൻ്റെ പിറകുള്ള ചോദന ഇത് അവർ ക്ലാസിക്കലായിട്ടുള്ള ചോദനയാണ്. ക്ലാസിക്കലായിട്ടുള്ള ചരിത്രത്തിൻ്റെ ഇതിഹാസത്തിൻ്റെ ചോദനയാണ്. ആ ചോദനകൾ കൊണ്ട് മാത്രമേ ഒരു ജനവിഭാഗത്തിന് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുള്ളൂ. 14-ാം നൂറ്റാണ്ടിൽ ഇബ്നു ഖൽദൂൻ എന്നുള്ള പണ്ഡിതൻ, അറബ് പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട്, യഥാർത്ഥത്തിൽ 2 കാര്യം കൊണ്ടാണ് ഒരു ജനത നശിച്ചു പോകുക എന്നുള്ളതാണ്. ഒന്ന്, തങ്ങളുടെ ഭാഷ നശിക്കുമ്പോൾ അവിടെ നശിക്കും. മറ്റൊന്ന്, ഉൽപ്പാദിപ്പിക്കാൻ അറിയാത്ത ജനത നശിച്ചു പോകുന്നുള്ളതാണ്. നേരത്തെ ഇദ്ദേഹം പറഞ്ഞ പോലെ നമ്മുടെ PK പാറക്കാട് പറഞ്ഞപ്പോൾ എനിക്കതാണ് തോന്നിയത്. ഇബ്നു ഖൽദൂൻ്റെ ആ ഭാഷണമാണ്. ഇത് 2 കൊണ്ടും ഭൂമിയിൽ നിന്ന് ഉച്ചാടനം ചെയ്യപ്പെടാൻ അർഹതപ്പെട്ട ലോകത്തിലെ ഏറ്റവും മുന്തിയ ജനവിഭാഗമാരാന്ന് ചോദിച്ചാൽ മലയാളികളായിരിക്കും എന്ന് പറയേണ്ടതില്ല. അതേസമയത്ത് പുതിയ ഒരു ലോകക്രമത്തിൽ മലയാളിയെ നമ്മൾ ഇങ്ങനെ തരം താഴ്ത്താമെന്ന് ചോദ്യം കൂടിയുണ്ട്. ഇത് സദസ്യർക്ക് വിട്ടുകയറുകയാണ്. കാരണം നമ്മളെല്ലാം ഇങ്ങനെ ചെവി വെച്ച് മൂളി കേൾക്കേണ്ട ആവശ്യമില്ല. കാരണം ഡയസ്പോറയുടെ ഒരു ലോകക്രമത്തിൽ ജോബ് ഡയസ്പോറകൾ ഇങ്ങനെ വികസിച്ച് വലുതായി പലയിടത്തും ഇങ്ങനെ പരന്നൊഴുകിക്കൊണ്ടിരുന്ന ലോകക്രമത്തിൽ യഥാർത്ഥത്തിൽ മലയാളി ശ്രേഷ്ഠ മലയാളിയായി മാത്രം ജീവിക്കണോ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. ഈ ചോദ്യം ഞാൻ സദസ്യർക്ക് വിട്ടു തന്നുകൊണ്ട് ഇനി അതിൻ്റെ മറ്റൊരു ഭാഗത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതിന് വേണ്ടി ഡോക്ടർ ശ്രീമതി ടി.വി. സുനിതയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജീവിതം, ഭാഷ, സംസ്കാരം, സർഗാത്മക ആവിഷ്കാരങ്ങൾ, വ്യക്തിബന്ധങ്ങൾ, ലോകബോധം തുടങ്ങി എല്ലാം തന്നെ സാങ്കേതിക വിദ്യയാൽ സ്വാധീനിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോവും. നിർണയിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ യന്ത്രമലയാളത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ പ്രസവക്കിടക്കയിൽ എണീറ്റ് ഒരു കുട്ടി ലാപ്ടോപ്പ് ഓണാക്കുന്ന പരസ്യം ശരിക്കും നമ്മുടെ ഇന്നത്തെ കാലത്തിൻ്റെ രൂപകമാണെന്ന് പറയാം. യന്ത്രങ്ങൾ ജീവിതത്തെ ലഘൂകരിക്കാനുള്ള ഉപാധി എന്ന നിലവിട്ട് ജീവിതത്തെ നിർണ്ണയിക്കുന്ന ഉപാധി എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു. അപ്പം യന്ത്രമലയാളം എന്ന പദത്തിനെ നമുക്ക് പല രീതിയിൽ, വിശാലാർത്ഥ പദമാണ്, പല രീതിയിൽ അതിനെ കാണാം. പക്ഷേ മലയാളവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ആസ്പെക്റ്റിൽ പറഞ്ഞാൽ 2000-ലധികം വർഷം പഴക്കമുണ്ട് എന്നാണ്. നമ്മുടെ മലയാളം ശ്രേഷ്ഠ ഭാഷയായി അംഗീകരിക്കപ്പെടുന്നതിന് പിന്നിൽ 2000-ലധികം വർഷത്തിൻ്റെ പഴക്കം നമ്മൾ സ്ഥാപിച്ചെടുത്തിട്ടുണ്ട്. 2000-ലധികം വർഷം പഴക്കമുള്ള ഈ ഭാഷയുടെ വേരുകൾ സംഘസാഹിത്യത്തിലാണെങ്കിൽ അതിൻ്റെ ഏറ്റവും പുതിയ ഇലയും തളിരുമൊക്കെ ശരിക്കും ഇപ്പോൾ നവമാധ്യമ ഇടങ്ങളിൽ ഉള്ള ഏറ്റവും പുതിയ, ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്ന പോസ്റ്റുകൾ വരെയുള്ള ഫേസ്ബുക്ക്
ഫേസ്ബുക്കിലും വാട്സപ്പിലും ഉൾപ്പെടെയുള്ള വിവിധ നവമാധ്യമ ഇടങ്ങൾ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ റിയൽ ടൈമിൽ നടക്കുന്ന പുതിയ പോസ്റ്റുകൾ വരെയാണ് മലയാള ഭാഷയുടെ, മലയാള സാഹിത്യത്തിൻ്റെ ഒരു വ്യാപ്തി. അങ്ങനെ പഠിക്കുമ്പോൾ മാത്രമേ ഭാഷയെക്കുറിച്ചുള്ള പഠനം പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ യന്ത്രമലയാളം എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ സാധ്യമാക്കിയ നവമാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട മലയാളമാണ്. 90-കൾ മുതലാണ് ശരിക്ക് ആഗോളവൽക്കരണവും സാങ്കേതിക വിദ്യ സാധ്യമാക്കിയ നവമാധ്യമങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തെ നിർണ്ണയിക്കാൻ തുടങ്ങിയത്. ഉത്തരാധുനികതയുടെ പ്രത്യേകതകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇത് മൂലം സാധ്യമായ സാങ്കേതിക സാംസ്കാരിക പരിസരമാണ്. 20ാം നൂറ്റാണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിനോദോപാധി ടെലിവിഷൻ ആണെങ്കിൽ 21ാം നൂറ്റാണ്ടിൽ അത് നവമാധ്യമങ്ങളാണ്. 21ാം നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ ആശയവിനിമയോപാധിയും സ്വത്വ പ്രകാശനോപാധിയും സ്വത്വ നിർണയോപാധിയും ഒക്കെ നവമാധ്യമങ്ങളാണെന്ന് പറയാം. നവമാധ്യമങ്ങൾ അല്ലെങ്കിൽ നവമാധ്യമ സാങ്കേതിക വിദ്യ നമ്മുടെ ജീവിതത്തിലും സംസ്കാരത്തിലും ഭാഷയിലും സാമൂഹ്യവൽക്കരണത്തിലും സർഗാത്മക ആവിഷ്കാരങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. വിപ്ലവം എന്നുള്ള വാക്കിനൊക്കെ സത്യം പറഞ്ഞാൽ എത്രമാത്രം അർത്ഥഭാരത്തെ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് അറിയില്ല, അത്രയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു കലർപ്പ് അല്ലെങ്കിൽ മിശ്രമാണ് ഒരു അടിസ്ഥാന സ്വഭാവം എന്ന് പറയാം. ഇപ്പം കവിത, കഥ, നോവൽ ഇതൊക്കെ മൾട്ടിമീഡിയ രൂപത്തിലും ഹൈപ്പർ ലിങ്ക് രൂപത്തിലൊക്കെ ആയി. ഇപ്പം നിങ്ങൾ വിഷ്ണുപ്രസാദിൻ്റെ, അദ്ദേഹം ഇവിടെ വരുന്നുണ്ടോ, വിഷ്ണുപ്രസാദിൻ്റെ ഗെയിം എന്നുള്ളൊരു കവിത ഉദാഹരണമായി എടുത്താൽ അതൊരു ഗെയിം കളിക്കുന്ന പോലെയാണ് ആ കവിത നമുക്ക് വായിക്കാൻ പറ്റുക. അപ്പം അങ്ങനെ പിന്നെ കഥയും കവിതയും നോവലും ഒക്കെ തന്നെ മൾട്ടിമീഡിയ രൂപത്തിലും ഹൈപ്പർ ലിങ്ക് മട്ടിലൊക്കെ ഒരു നിശ്ചിത രൂപം എന്ന നിലവിട്ട് ഒരു പ്രക്രിയയായി. പി രാമേന്ദ്രനാണ് അങ്ങനെ പ്രയോഗിച്ചത്. നവമാധ്യമ ഇടങ്ങളിലെ കവിത ഒരു പ്രക്രിയയാണ് എന്ന് മട്ടിൽ. അപ്പോൾ ശബ്ദവും ദൃശ്യവും ഗ്രാഫിക്സും ഹൈപ്പർ ലിങ്കും കമൻറ്റുകളും മറുപടിയും ഒക്കെ കൂട്ടിച്ചേർത്ത് ഒരുപാട് ഇടങ്ങളിൽ മാറി മാറി പ്രത്യക്ഷപ്പെടുന്ന അരേഖീയ വായന, നോൺ ലീനിയർ റീഡിംഗ് സാധ്യമാക്കുന്നൊരു പ്രക്രിയയായി സാഹിത്യം മാറി. സ്വത്വം, ദ്രാവകത്വമുള്ള ഫ്ലൂയിഡായ ഒന്നായി മാറി. നമുക്ക് ബഹുസ്വത്വങ്ങൾ സ്വീകരിക്കാം. ഇവിടെയുള്ള പലരും തമ്മിൽ ഓഫ്ലൈനിൽ നേരിട്ട് സുഹൃത്തുക്കളാവാം, അല്ലെങ്കിൽ ഓൺലൈനിൽ സുഹൃത്തുക്കളാവാം. ഓൺലൈനിൽ സുഹൃത്തുക്കളായ ആൾക്കാർ പരസ്പരം കണ്ടോളുന്നില്ല, ചിലപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ കണ്ടുമുട്ടുന്നുണ്ടാവാം. അപ്പം നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു യഥാർത്ഥ ജീവിത സ്വത്വവും അതേമാതിരി തന്നെ ഒരു ഓൺലൈൻ സ്വത്വവുമുണ്ട്. നമുക്ക് ഇത് ഒന്നും അല്ലാതെ മറ്റ് സ്വത്വങ്ങൾ സ്വീകരിക്കാൻ സാധിക്കും. പിന്നെ ഓൺലൈനിലെ പുലി ചിലപ്പോൾ ഓഫ്ലൈനിലെ എലിയായിരിക്കാം, തമാശയ്ക്ക് അങ്ങനെ പറയാം. അപ്പം ഇങ്ങനെ സാമൂഹികത, പൊതുമണ്ഡലം, പൊതു ഇടം, പ്രണയം, സൗഹൃദം തുടങ്ങിയ ആക്ടിവിസം തുടങ്ങിയ എല്ലാം തന്നെ റീഡിഫൈൻ ചെയ്യപ്പെട്ടു. സത്യം പറഞ്ഞാൽ അസൽ അപ്രത്യക്ഷമായി. ഒറിജിനൽ എന്ത് എന്നുള്ളൊന്നൊരു വിഷയമല്ലാണ്ട് അസൽ അപ്രത്യക്ഷമായി. അതേമാതിരി തന്നെ സത്യവും അപ്രധാനമായി. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ വിശേഷിപ്പിക്കുന്ന 2016 ദ വേർഡ് എന്ന് പറയുന്ന പോസ്റ്റ് ട്രൂത്താണ്, വാസ്തവാനന്തരം എന്ന് പറയാം. ശരിക്കും സത്യം എന്താണ്? എത്ര ഉദാഹരണങ്ങൾ വെച്ച് നമുക്ക് പറയാൻ സാധിക്കുമോ? പിന്നെ സത്യം എന്ന് പറഞ്ഞ് നമ്മൾ ഈ നവമാധ്യമ ഇടങ്ങളിലും മറ്റ് പല രീതിയിലും നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും പൂർണ്ണമായ അസത്യങ്ങളോ അർദ്ധസത്യങ്ങളോ സത്യങ്ങളുടെ വ്യാഖ്യാനങ്ങളോ ആശങ്കകളൊക്കെയാണ്. അപ്പം ഇങ്ങനെ ഈ മാത്രമല്ല, ഇവിടെ ഇപ്പോൾ സെൽഫി കോർണർ ഉണ്ടല്ലോ. സെൽഫി ആയിരുന്നു കഴിഞ്ഞ വർഷത്തിൻ്റെ 2015 വാക്ക്. 16 വാക്ക് പോസ്റ്റ് ട്രൂത്ത് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ സെൽഫി കോർണർ ഉണ്ട്. അടുത്ത വർഷം ഇതേ KLF-ൽ ഒരുപക്ഷെ ട്രോൾ ബൂത്ത് ആയിരിക്കാം, അല്ലെങ്കിൽ നുണ പറയുന്ന ഒരു കോർണർ ആയിരിക്കാം. നാളെ നുണയെ പറയുന്ന വേറെന്തോ പേരിലാവാം. കാരണം നമുക്ക് സത്യം അപ്രധാനമോ അപ്രസക്തമായിക്കൊണ്ടിരിക്കുമ്പോൾ നുണയ്ക്ക് ചിലപ്പോൾ പുതിയ പേരുകൾ തന്നെ വന്നേക്കാമെന്ന് പറയാം. ഈ മിശ്ര സ്വഭാവം ഭാഷയിലുണ്ട്. നവമാധ്യമങ്ങൾ കൊണ്ടുവന്ന ഭാഷാ മാറ്റങ്ങളെക്കുറിച്ച് ആദ്യമായിട്ട് പഠിച്ചത് ഇവിടെ പാറക്കടവ് സാർ പറഞ്ഞ പോലെ തന്നെ ഡേവിഡ് ക്രിസ്റ്റലാണ്. ഐറിഷ് ഭാഷാശാസ്ത്രജ്ഞനായ ഡേവിഡ് ക്രിസ്റ്റലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടം പുസ്തകങ്ങളുണ്ട്. അത് ഇവിടെ പറഞ്ഞത് കൂടാതെ ഇൻ്റർനെറ്റ് ലിംഗ്വിസ്റ്റിക്സ്, ടെക്സ്റ്റിംഗ് ദ ഗ്രേറ്റ് ഡിബേറ്റ് തുടങ്ങിയ ഒരു കൂട്ടം പുസ്തകങ്ങളുണ്ട്. വില്യം ലബോവ്, സാമൂഹ്യ ഭാഷാശാസ്ത്രജ്ഞനായ വില്യം ലബോവ് ടെലിവിഷൻ്റെ അവതാരകരുടെ അവതരണങ്ങളെ ശേഖരിച്ച് പഠിച്ചുകൊണ്ട് അദ്ദേഹം ചില നിരീക്ഷണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒന്ന്, അനൗപചാരികത. ടെലിവിഷൻ വന്നപ്പോൾ രാജേന്ദ്രൻ സാർ ഇവിടെ പറഞ്ഞത് വ്യത്യസ്തമായി ടെലിവിഷൻ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ടെലിവിഷനിൽ ഇങ്ങനെ നിയമങ്ങൾ കുറഞ്ഞു വന്നു.
പിന്നെ പ്രാദേശിക ഭാഷാഭേദം സ്വീകാര്യമായി, ശരിക്കും അതുവരേക്കും മാനക ഭാഷ എന്ന് പത്രങ്ങളിൽ ഉപയോഗിക്കാം. പിന്നെ അനൗപചാരികത, പ്രാദേശിക ഭാഷാഭേദം, മിശ്രം തുടങ്ങിയ സ്വഭാവങ്ങളെ വില്യം ലൊബോവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേമാതിരി തന്നെ ഡേവിഡ് ക്രിസ്റ്റലും നവമാധ്യമ ഇടങ്ങളിലെ ഇത്തരം ഈ ഇടപെടലുകളെ പരിശോധിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ കൊണ്ടുവന്നത്. ഇവിടെയും ബഹുതലങ്ങളിലുള്ള കലർപ്പാണ് ശരിക്കും നവമാധ്യമ ഇടങ്ങളിലെ ഭാഷയ്ക്ക് സംഭവിക്കുന്നത്. പ്രീഷ്യസ് മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യാൻ ബെസ്റ്റ് ഫോട്ടോഗ്രാഫി തന്നെ വേണം. നിങ്ങളെല്ലാവരും കേൾക്കുന്നുണ്ടാവും, ഇപ്പോഴത്തെ ഒരു പരസ്യമാണ് മാട്രിമോണിയായി ബന്ധപ്പെട്ട്. ഇതാണ് ടെലിവിഷൻ കൊണ്ടുവന്ന മിശ്രമെങ്കിൽ ഈ നവമാധ്യമങ്ങൾ കൊണ്ടുവന്ന മിശ്രത്തിൽ ഇതിലും എത്രയോ ബഹുതല സ്പർശിയായ മിശ്രമാണ്. അപ്പോൾ ചില ഉദാഹരണങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോവാം. ഉദാഹരണം, ഈ മിശ്രം കലർപ്പ് സംഭവിക്കുന്നത് ലിപി തലത്തിലുണ്ട്, വ്യാകരണ തലത്തിലുണ്ട്, ചിഹ്ന തലത്തിലുണ്ട്, അങ്ങനെ പല തരത്തിലാണ് മിശ്രം സംഭവിക്കുന്നത്. ഇമോജികൾ, ഇമോട്ടിക്കോണുകളുടെ ഉപയോഗം ലോകതലത്തിൽ തന്നെ സംഭവിച്ചിട്ടുള്ള ഭാഷാതലത്തിൽ സംഭവിച്ചൊരു മാറ്റമാണിത്. സ്മൈലി ഒരു മലയാള അക്ഷരമായി മാറി. സ്മൈലി ഇല്ലാതെ പിന്നെ നമുക്കിപ്പോൾ ഒന്നും തന്നെ പറയാൻ പറ്റാണ്ടായി. ചിത്രങ്ങൾ ഉപയോഗിച്ച് ആശയ വികാര പ്രകടനം നടത്തുന്ന ആധുനിക കാലത്തെ ഹൈറോഗ്ലിഫിക്സ് എന്നൊക്കെ നമുക്ക് ഇമോജികളെ വിളിക്കാൻ സാധിക്കും. വാക്കിന് പകരം ഒരു അക്ഷരമോ അക്കമോ ചിഹ്നമോ ഒക്കെ ഉപയോഗിക്കാം. ഉദാഹരണം അറ്റ് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ പറ്റിൻ്റെ ചിഹ്നം ഉപയോഗിക്കാം. പിന്നെ കാർ എന്ന് കാണിക്കാൻ പലപ്പോൾ കാറിൻ്റെ ചിഹ്നം, ഫോണിൻ്റെ ചിഹ്നം, അങ്ങനെ ചിഹ്നങ്ങളുടെ ഒരു ഗ്രൂപ്പ് താഴെയുണ്ട്, ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി. അപ്പം 4 അക്ഷരം ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ചുരുക്കെഴുത്ത്, കാരണം സമയമില്ല, വളരെ പെട്ടെന്ന് കാര്യം പറയാൻ വേണ്ടെന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ഇംഗ്ലീഷ് അധ്യാപകരൊക്കെ നിരന്തരമായിട്ട് പരാതി പറയാറുള്ള വിഷയം കുട്ടികൾ യഥാർത്ഥ സ്പെല്ലിംഗ് മറന്നുപോയി എന്നുള്ളതാണ്. ഇപ്പോൾ യു എന്നുള്ള YOU എന്നൊക്കെ എഴുതി കഷ്ടപ്പെടാൻ പലപ്പോഴും ആൾക്കാർക്ക് പിന്നെ ആവശ്യമില്ല എന്ന് തോന്നുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മറന്നു പോവുക ശീലം കൊണ്ട്. ഇപ്പോൾ YOU എന്നുള്ളതിന് യു എന്ന് മാത്രം, വൈ എന്നുള്ളതിന് വെറും വൈ. പിന്നെ ഗേൾ ഫ്രണ്ട് GF നമ്മുടെ കുട്ടികളൊക്കെ സ്ഥിരം ഉപയോഗിക്കുന്നുണ്ട്. ബുക്ക് ഇനി BK അല്ലേ, താങ്ക്സിന് TQ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഇഷ്ടം പോലെ വലിയൊരു ശേഖരം തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ വാക്കുകൾ ശരിക്കും പ്രയോഗിച്ചാൽ ഒരു പഴഞ്ചനാണ്. അപ്പം നമ്മൾ ഒരു അക്ഷരം, ഇപ്പോൾ ഫോണിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് തെറ്റിച്ച് പറഞ്ഞാൽ നമ്മൾ ന്യൂജൻ അല്ലെങ്കിൽ മോഡേൺ ആയി. അപ്പം നമ്മൾ മോഡേൺ ആണ് എന്ന് ഉറപ്പിക്കാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ സ്പെല്ലിംഗ് മനഃപൂർവ്വം തെറ്റിക്കലാണ് എന്ന മട്ടിലുള്ള രീതികൾ ധാരാളം. പിന്നെ ക്രാഫ്റ്റിൻ്റെ സ്പെല്ലിംഗ് വൈൽഡ് ക്രാഫ്റ്റ് ആണെങ്കിൽ K ഉപയോഗിച്ചാൽ നമ്മൾ മോഡേൺ ആയി, ന്യൂജനായി. യഥാർത്ഥ സ്പെല്ലിംഗ് ഉപയോഗിച്ചാൽ നമ്മൾ പഴയ മട്ടാണ് എന്ന മട്ടിൽ നമ്മൾ ഒരുപാട് ബോർഡുകൾ കാണാറുണ്ട്. മലയാളത്തിലും ഇതേപോലത്തെ മാറ്റങ്ങളുണ്ട്. മലയാളത്തിലെ മാറ്റങ്ങളെ വളരെ ചുരുക്കി പറയാം. ഒന്ന് മംഗ്ലീഷ് ചുരുക്കെഴുത്തുകളാണ്. മലയാള ഭാഷയിൽ വന്ന മാറ്റങ്ങളിലൊന്ന് മംഗ്ലീഷിൻ്റെ ഉപയോഗമാണ്. അപ്പോൾ ഞങ്ങളുടെ കുട്ടികളൊക്കെ ഒരുപക്ഷെ എൻ്റെ ക്ലാസ് നടന്നുകൊണ്ട് ഞങ്ങളുടെ കുട്ടികളിവിടെ കുറേ പേര് ഇരിപ്പുണ്ട്. അപ്പോൾ ക്ലാസ് ബോറാണെങ്കിൽ അവരൊരുപക്ഷെ അയച്ചേക്കാവുന്ന ഒരു ടെക്സ്റ്റ് ഞാൻ ഒരു ദിവസം പവർ പോയിൻ്റ് ആയിട്ട് തയ്യാറാക്കിയിരുന്നു. ഇവിടെ പവർ പോയിൻ്റ് ഇല്ലാത്തതുകൊണ്ട് കാണിക്കാനേ പറ്റൂ. CLS ക്ലാസ് BOR ബോർ ആണുടി ഒരാൾ മറ്റാൾക്ക് അയക്കുന്ന, അവിടെ നിന്നിട്ട് പാൻ്റെ പോക്കറ്റ് കുത്തി അയക്കാമല്ലോ. മറ്റാൾ എന്തു ചെയ്യും, NTHU CHYM എന്തു ചെയ്യും, എല്ലാവരും പൊക്കോ, ലേഡീസ് റൂം പൊക്കോ എന്നൊക്കെയുള്ള മട്ടിൽ ഒരു ക്ലാസ് ബോറാണെങ്കിൽ കുട്ടികൾ പാൻറ്റിൻ്റെ പോക്കറ്റിലോ ചുരിദാറിൻ്റെ പോക്കറ്റിലൊക്കെ ഇട്ട് കുത്തി അയക്കാവുന്ന ഒരു ടെക്സ്റ്റ് ഞാൻ വെറുതെ സങ്കല്പിച്ച് പറഞ്ഞതാണ്. എൻ്റെ കുട്ടികൾ നല്ല കുട്ടികളായതുകൊണ്ട് അതൊക്കെ സഹിക്കും എന്നെനിക്കറിയാം. എന്നാലും അടുത്തത് അർത്ഥശൂന്യം എന്ന് തോന്നുന്ന പദങ്ങൾ കൊണ്ട് അർത്ഥം ഉണ്ടാക്കൽ. പ്ലിങ്ങി തുടങ്ങിയിട്ടുള്ള, ശശിയാവുക, അർമാദിക്കൽ തുടങ്ങിയിട്ട് ഒരു കൂട്ടം പദങ്ങൾ അങ്ങനെയുണ്ട്. പിന്നെ പുതിയ പദങ്ങൾ ധാരാളം. ഇപ്പം നമ്മൾ പരമ്പരാഗതമായി സാധാരണ ഇത്തരം ചർച്ചകൾ തന്നെ ബ്ലോഗ് തുടങ്ങിയ പദങ്ങൾ മാറ്റി നിർത്തിയാൽ കൊങ്ങി, കോൺഗ്രസ്സുകാരനെ സൂചിപ്പിക്കാൻ ഇതിൽ ഉപയോഗിക്കുന്നതാണ്. കമ്മ്യൂണിസ്റ്റ്, സംഘി, സംഘപരിവാർ തുടങ്ങിയിട്ടുള്ള ഒരു കൂട്ടം പദങ്ങൾ. വേണ്ട്ര, കോൺട്ര, സീൻ കോൺട്ര എന്നാണ് പുറപ്പെട്ടത്. വേണ്ട്ര, കോൺട്ര തുടങ്ങിയിട്ടുള്ള പദങ്ങൾ ഇതൊക്കെ ധാരാളമായിട്ട് മലയാളത്തിലെ നവമാധ്യമ ഭാഷയിൽ കാണാം. പിന്നെ ചിത്രഭാഷ, നമ്മൾ നേരത്തെ പറഞ്ഞാണ് സുപ്രഭാതത്തിന് പകരം ഗുഡ് മോർണിംഗ് എന്ന് ടൈപ്പ് ചെയ്യുന്നതിനൊക്കെ പഴഞ്ചനായിപ്പോയി. കാപ്പിക്കപ്പിൻ്റെ ചിത്രം അല്ലെങ്കിൽ സൂര്യോദയത്തിൻ്റെ ചിത്രം, പിറന്നാൾ ആശംസയായി കേക്കിൻ്റെ ചിത്രമൊക്കെ അയക്കുന്നതാണ് ശരിക്ക് ഒരു പുതിയ രീതി. പ്രാദേശിക ഭാഷാഭേദങ്ങൾക്ക് സ്വീകാര്യ ടെലിവിഷനിലുണ്ട്, അതേമാതിരി തന്നെ ന്യൂ മീഡിയയിലും ഉണ്ട്. അനക്ക്, ഇല്ല, ലെമ്മേ, സി, ഡുണ്ണോ തുടങ്ങിയിട്ട് മലയാളത്തിലും മറ്റ് ഭാഷകളിലുള്ള ധാരാളമായ പ്രാദേശിക പദങ്ങളുടെ വരവ്. ചുരുക്കരൂപങ്ങൾ, കേശവൻ എന്നെഴുതുന്നതിന് പകരം K7, കേശവൻ വ്യാപകമായിട്ട് കാണാറുണ്ട്. അഞ്ചു, യു. ഗായത്രി, ഗായ 3.
അപ്പം ഇങ്ങനെ തുടങ്ങിയിട്ട് കുട്ടികൾ ധാരാളമായിട്ട് ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു രസമാണ് കുട്ടികളുടെ എന്ന് എനിക്ക് തോന്നാറ്. ലിപി തലത്തിലെ കൂടിക്കലരൽ, പിന്നെ ഇല എന്നുള്ളതിന് മലയാളത്തിൽ തന്നെ ബ്ലോഗ് കഥകളെ സമാഹരിച്ചുകൊണ്ട് കോഴിക്കോടത്തെ ഇൻസൈറ്റ് പബ്ലിക്ക ഇറക്കിയ പുസ്തകത്തിൻ്റെ പേര് പൂക്കളേക്കാൾ മണമുള്ള ഇലകൾ എന്നാണ്. അതിലെ ഈ ഇംഗ്ലീഷിലെ ഈ ആണ്. അപ്പോൾ ഈ ല, ഇംഗ്ലീഷ് ഈയും മലയാള ലായും ചേർത്താൽ രണ്ടുണ്ട് ഗുണം. നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം. ഒന്ന് അത് പിന്നെ ഇതിൻ്റെ ഒരു രസം മാത്രമല്ല, രണ്ടാമത് ഇലക്ട്രോണിക് ഇലയാണ് എന്നൊരു അർത്ഥത്തിൻ്റെ അധികമാനം കൂടി കിട്ടാണ് അവിടെ. ഇതൾ തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങൾ. രൂപിമ തലത്തിൽ ഇത്തരത്തിൽ പകരം വയ്ക്കൽ TO എന്നുള്ളതിന് 2 എന്നെഴുതാം. V2 വെറും വിയും 2 V2. To be 2B. For you 4U തുടങ്ങിയിട്ടുള്ള തരത്തിലുള്ള പ്രയോഗങ്ങൾ. പിന്നെ ചില പുതിയ പദങ്ങൾ കാണാറുണ്ട്. ഒന്ന് ഡെമോ കുന്ത്രാഫിക്കേഷൻ, ജനാധിപത്യവൽക്കരണത്തെ പറ്റി ഒരു ബ്ലോഗിൽ കണ്ട പദമാണ്. സ്മാർട്ട് ക്യൂട്ടപ്പൻ. സ്മാർട്ട് ക്യൂട്ടപ്പൻ എന്ന് പ്രയോഗിച്ചാൽ നമുക്കുണ്ട് പലതുണ്ട് ഗുണം. ഒന്ന് കുട്ടപ്പൻ എന്ന് പറഞ്ഞാൽ അതൊരു പേരാവുന്നുള്ളൂ. ക്യൂട്ടപ്പൻ എന്നാവുമ്പോഴോ സ്മാർട്ട് മലയാളം, ക്യൂട്ട് ഇംഗ്ലീഷ്, പൻ മലയാളം. അപ്പം അവൻ ക്യൂട്ടും കൂടിയാണ് എന്നൊരു അധിക അർത്ഥ തലം കിട്ടാണ്. പിന്നെ പരിഹസിച്ചുകൊണ്ട് ഭൂലോകം ബ്ലുക്ക്, ബ്ലോഗിനെ കൃതിയാക്കുന്ന ബ്ലുക്കാണെങ്കിൽ ബ്ലിക്കാഹ്, ബ്ലണ്ണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ധാരാളം പരിഹാസ പദങ്ങൾ. അപ്പോൾ ഇങ്ങനെ പദങ്ങൾ ഉണ്ടാക്കൽ ഒരു വലിയ രസമുള്ള ഏർപ്പാടാണ് ഈ ന്യൂജൻ കുട്ടികൾക്കെന്ന് എനിക്ക് തോന്നാറുണ്ട്. കുട്ടികൾക്കല്ല, ആളുകൾക്ക്. വ്യാകരണ തലത്തിലുള്ള കൂടിക്കലരൽ. ഇപ്പം ടെലിവിഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, പിന്നെ ടേസ്റ്റുള്ള ഫുഡ് കഴിച്ചോ എന്നുള്ളതിന് പകരം ടേസ്റ്റ് ഫുഡിയോ എന്നാ ചോദിക്കുക. ഫുഡ് കഴിച്ചോ എന്ന് നമ്മൾ ടെലിവിഷനിൽ ചോദിച്ചതിന് പകരം ഇവിടെ ഫുഡിയോ, പിന്നെ പേസ്റ്റിയോ, കമൻറ്റിയോ, ഡിലിറ്റിയോ എന്നൊക്കെയുള്ള മട്ടിൽ ഉള്ള ധാരാളം ഈ തരത്തിലുള്ള വ്യാകരണ തലത്തിലുള്ള കൂടിക്കലർ. ഏതാണ്ട് മണിപ്രവാള കാലത്തുള്ള മണ്ടന്തി പാന്ത നിബഹ പടിബന്ധ പേട്ടിയ ഒക്കെ പോലെയുള്ള, പിന്നെ പോക്കാഞ്ചക്രെ പുളിങ്കുരും അല്ലേ എന്നൊക്കെ ഉള്ള മാതിരി ഉള്ള പ്രയോഗങ്ങൾ പുതിയ മണിപ്രവാളമാണ്. ഈ ഫുഡിയും പേസ്റ്റിയും ലൈക്കി, മരിച്ച് ലൈക്കി, കമൻറ്റി തുടങ്ങിയിട്ടുള്ള പദങ്ങളിലൂടെ കാണാൻ സാധിക്കാം. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ ഇവിടെ സൂചിപ്പിച്ച മാതിരി തന്നെ വരമൊഴിയുടെ ഔപചാരിക നിയമങ്ങൾ. ഇപ്പം പത്രകാലത്ത് പിന്നെ കൃത്യമായിട്ട് ഭാഷയെ മാനകീകരിക്കാനും സ്റ്റൈൽ ബുക്കും പിന്നെ എല്ലാം ഏകീകൃതമായി എഴുതുകയൊക്കെ ചെയ്യുന്ന രീതികളാണ് നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ ഇന്ന് നേരെ തിരിഞ്ഞിട്ട് ഇത് മുഴുവൻ ഒരു നിയമങ്ങളും ഇല്ല. ഒരു നിയമങ്ങൾ ആർക്കും കൊണ്ടുവരാൻ, ടെലിവിഷൻ വന്നപ്പോൾ തന്നെ എല്ലാ വ്യാകരണം ലംഘിക്കപ്പെട്ടു. പിന്നെ മാനകം എന്ന വാക്ക് തന്നെ അപ്രസക്തായി. ഇപ്പം നവമാധ്യമങ്ങളെ കാലമായപ്പോഴേക്കും പറയും വേണ്ട, വരമൊഴിയുടെ ഔപചാരിക നിയമങ്ങളെ മുഴുവൻ ലംഘിക്കുകയാണ്. ഇനിയും ഇത്തരം കൂടുതൽ മാറ്റങ്ങളെ വരുള്ളൂ. വാമൊഴി സ്വാതന്ത്ര്യങ്ങളെ നിലനിർത്തിക്കൊണ്ടും ബഹുമാധ്യമ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെയാണ് നവമാധ്യമ മലയാളം അല്ലെങ്കിൽ യന്ത്ര മലയാളം നിലനിൽക്കുന്നത്. പക്ഷേ ഞാൻ ആവർത്തിച്ച് പറയാം, ഈ ജൈവ സ്വഭാവമുള്ള വ്യവഹാരമായ ഭാഷ മാറിക്കൊണ്ടിരിക്കും, യാതൊരു സംശയവുമില്ല. നമ്മുടെ ഭാഷയിൽ വരുന്ന ഇത്തരം മാറ്റങ്ങളെ ഒരു ഭാഷാ മാധ്യമ വിദ്യാർത്ഥിനി എന്ന രീതിയിൽ ഒട്ടും തന്നെ പരിഹാസത്തോടെ ഒന്നുമല്ല കാണുന്നത്. അത് ശരിയല്ല എന്നുള്ള ബോധ്യവും എനിക്കില്ല. ശരി തെറ്റുകളെക്കുറിച്ച് വിധിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പകരം ഈ മാറ്റങ്ങളെ കൗതുകത്തോടെ നോക്കിക്കാണാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. മാറ്റം നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സംഭവിക്കുന്ന ഉറപ്പാണ് എന്നുള്ളതുകൊണ്ട് ആ വിനയാന്വിതമായ തിരിച്ചറിവോടെ ഈ മാറ്റങ്ങളെ നോക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. താങ്ക് യു. താങ്ക് യു ശ്രീ സുനിത ടീച്ചർ ഒരു വയലേഷൻ നടത്തിയിരിക്കുന്നു. അതായത് പുതിയ മാധ്യമ ഭാഷയിൽ ഉള്ള രസതന്ത്രത്തെയാണ് ടീച്ചർ ഓരോന്നോരോന്ന്, പ്രത്യേകിച്ച് അതിൻ്റെ ഭാഷയുടെ എല്ലാ തലങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട്, അതിൻ്റെ സ്വനിമം മുതൽ വാക്യം വരെയുള്ള തലങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് പല ഉദാഹരണങ്ങൾ സഹിതം നമ്മുടെ മുമ്പിൽ അതിൻ്റേതായിട്ടുള്ള പുതിയൊരു കാലഘട്ടത്തിൻ്റെ ഭാഷ, ആ ഭാഷയോട് ഒരു കാരണവശാലും സംശയത്തോടു കൂടി അതിനെ അഭിമുഖീകരിക്കേണ്ടതില്ല, അത് ഈ കാലഘട്ടത്തിൻ്റെ ഭാഷയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രത്യേകിച്ച് ഓൺലൈൻ ഭാഷയുടേതായിട്ടുള്ള ഒരു എറ്റിമോളജി നമ്മുടെ മുമ്പിലേക്ക് ഇട്ട് തന്നിരിക്കുന്നു. ഈ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കവിതയുടെ പേര് അമർത്യാനന്ദ എന്നാണ്. അത് അമർത്യാനന്ദ സ്വാമികളെക്കുറിച്ചുള്ള കവിത അല്ല. കാരണം
അമർത്തുമ്പോൾ ആനന്ദം ഉണ്ടാകൂ എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. പുതിയ ന്യൂജൻ കവിതയാണത്. അത് യഥാർത്ഥത്തിൽ പണ്ട് കാലത്ത് അമർത്തുമ്പോൾ ഉണ്ടാകുന്ന പ്ലഷർ ഇക്കാലത്ത് ഉണ്ടാവില്ല എന്നും, ഇക്കാലത്ത് അമർത്തേണ്ട ചില കാര്യങ്ങൾ അമർത്തുമ്പോഴാണ് പ്ലഷർ ഉണ്ടാവുക എന്നാണ്, സുഖം ഉണ്ടാവുക എന്നുമാണ് അത് വീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാ ഭാഷാ പ്രയോഗങ്ങളും മറിഞ്ഞിരിക്കുന്നു. മാർഷൻ മാക്ലൂഹനൊക്കെ വന്ന കാലത്ത് ഇത് വലിയ സ്ഫോടനമുണ്ടാക്കിയിരിക്കുന്നു എന്നൊക്കെ നമ്മൾ ആശങ്കപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് അതൊക്കെ എവിടെയോ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ പോൾ വെറിയലിനെ പോലെയുള്ള ഒരു മാധ്യമ തത്വികൻ, അദ്ദേഹം 24 hour ടെലികാസ്റ്റ് ലോകത്തെയാണ് പറയുന്നത്. 24 hour ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടിരുന്ന, എപ്പോഴും നാം ടെലികാസ്റ്റിന് വിധേയമാക്കപ്പെടുന്ന ഒരു ലോകക്രമത്തിൽ ജീവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ബൗണ്ടറികളൊക്കെ ഏത് തരത്തിൽ ചർച്ച ചെയ്യപ്പെടണം, അല്ലെങ്കിൽ ഏത് തരത്തിൽ പ്രശ്നവൽക്കരിക്കപ്പെടണം എന്നുള്ള ഒരു പ്രശ്നമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പഴയ കാലത്തെ പോലെ ഭാഷയെക്കുറിച്ച് ചിന്തിക്കാനോ ഭാഷയുടെ സ്വഭാവത്തെ അതിൻ്റെ ആർജനത്തെയൊക്കെ വായിച്ചെടുക്കാനോ പറ്റാത്ത തരത്തിൽ നവമാധ്യമ ഭാഷ അത് അതിൻ്റേതായിട്ടുള്ള കാട്ടിലേക്ക് സഞ്ചാരം തുടങ്ങിയിരിക്കുന്നു എന്നാണ് ടീച്ചർ ഓർമ്മിപ്പിച്ചത്. ഏതായാലും ഇതുമായിട്ട് ഇനിയിപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഈ സംസാരങ്ങൾ കഴിഞ്ഞത് കൊണ്ട് ഏകദേശം അരമണിക്കൂർ നമ്മളുടെ മുമ്പിലുണ്ട്. ഈ അരമണിക്കൂർ തീർച്ചയായിട്ടും ഈ സാമാജികർക്കുള്ള സമയമാണ്. ഇവിടെ നിങ്ങളുടെ ഈ തീർച്ചയായും ഒരു ചർച്ച ഒരു അരമട്ടിലെങ്കിലും പൂർണ്ണമാകണമെങ്കിൽ ഈ സാമാജികരുടെ ഇടപെടലുകളോട് കൂടി മാത്രമേ അത് പൂർണ്ണമാകും, ഡെമോക്രാറ്റിക് ആവുകയുള്ളൂ. ഭാഷ ഏത് തരത്തിലായാലും, ഇപ്പോൾ ഓൺലൈൻ ഭാഷയായാലും പഴയ മറ്റുള്ള ഭാഷയായാലും പത്രഭാഷയായാലും ശ്രേഷ്ഠ ഭാഷയായാലൊക്കെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ സ്വത്വസ്ഥാപനത്തിനുള്ള അല്ലെങ്കിൽ ഐഡൻറ്റിറ്റിയെ വെളിപ്പെടുത്താനുള്ള, അതിൻ്റെ സൂക്ഷിക്കാനുള്ള, അങ്ങനെ ഒരു പൊതു ലോകമണ്ഡലത്തിലേക്ക് വരാൻ പാകത്തിലുള്ള ഒരു വലിയ ആയുധമാണ് ഭാഷ എന്നാണ്. അങ്ങനെ ആ ഒരു ഭാഷാബോധത്തിൽ നിന്ന് പുതിയ ഭാഷയെക്കുറിച്ചുള്ള താത്വികമായിട്ടുള്ള ചിന്താഗതികൾ വളർന്നു വരേണ്ടിയിരിക്കുന്നു എന്നാണ് ഒരു അധ്യാപകൻ എന്നുള്ള ഒരു വിനീതമായ എൻ്റെ അഭിപ്രായം. നമുക്ക് പലപ്പോഴും ഈ പറഞ്ഞ പ്രക്രിയകളിൽ രസിച്ചുകൊണ്ടുള്ള ഒരു കാലഘട്ടമാണിത്. ഈ ഭാഷ ടീച്ചർ പറയുന്ന പ്രക്രിയാബദ്ധമായിട്ടുള്ള ഭാഷ, ആ പ്രക്രിയാബദ്ധമായിട്ടുള്ള ഭാഷാ ലോകത്ത് രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ജനറേഷനാണ് നമ്മളുടെ മുമ്പിലുള്ള പുതിയ ജനറേഷൻ എന്നുള്ളത്. പക്ഷേ എൻ്റെ ഒരു വിനീത അഭിപ്രായം, യഥാർത്ഥത്തിൽ ഈ ഒരു കുട്ടികൾക്ക് ഇതിൻ്റേതായിട്ടുള്ള താത്വികമായിട്ടുള്ള തലങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെട്ടുകൊണ്ട് പുതിയ ജീവിതത്തിൻ്റെ ധാരണകളെ, പുതിയ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധത്തെ വികസിപ്പിച്ചെടുക്കുന്നതിൽ അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നതിൽ ഈ ഭാഷകൾക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട വിഷയം ഇവിടുത്തെ മീഡിയ സ്കൂളുകൾക്ക്, ഇവിടുത്തെ ഭാഷാ വിദ്യാർത്ഥികൾക്കും മറ്റ് സാംസ്കാരികമായിട്ടുള്ള പ്രവർത്തകർക്കുമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് അത്തരത്തിലുള്ള ഇപ്പോൾ ഈ പുതിയ ഭാഷയെക്കുറിച്ച് എഴുതപ്പെട്ട കൃതികൾ തന്നെ വളരെ കുറവാണ്. ഇപ്പോൾ VK ആദർശ് ടീച്ചർ, ഇങ്ങനെ ഒരു 3-4 ആൾ മാറ്റി നിർത്തിയാൽ ഇത്തരത്തിൽ താത്വികമായ അന്വേഷണം ഉണ്ടാവില്ല. അതേസമയം നമ്മൾ ഈ പ്രക്രിയാബദ്ധമായിട്ട് രമിച്ച് കളിക്കുന്ന ഒരു തലമുറ എന്നുള്ള അല്ല, അതിൽ നിന്ന് ആ കളിയുടെ, അതാണ് ഗെയിമാണ്, ഇതൊരു ഗെയിമാണ്. അല്ലെങ്കിലും പണ്ട് മുതലേ അല്ലെങ്കിൽ പുതിയ ഉത്തരാധുനികമായുള്ള സങ്കല്പം അനുസരിച്ച് ഭാഷ എന്ന് പറഞ്ഞൊരു കളിയാണെന്നാണ്, ഒരു ലീലയാണെന്നാണ്. അത് വിറ്റജൻസ്റ്റിൻ എന്ന് പറയുന്ന താത്വിക ആചാര്യൻ പറയുന്നത് ലാംഗ്വേജസ് പ്ലേ എന്നുണ്ട്, കളിയാണ്. ഈ കളിയിൽ പങ്കാളികളാണ് മനുഷ്യനാകെ. അവൻ്റേതായിട്ടുള്ള യഥാർത്ഥ മൂലധനം എന്ന് പറയുന്ന ഈ കളിയിൽ പങ്കാളികളാകാൻ മറ്റു ഒബ്ജക്റ്റുകൾ, മറ്റു വസ്തുക്കളല്ല, ഭാഷയാണുള്ളത്. നമുക്ക് ആകെയുള്ള നമ്മുടെ സ്വതസിദ്ധമായുള്ള മൂലധനം എന്ന് പറയുന്നത് നമ്മുടെ ഭാഷയാണ്, മറ്റൊന്നുമല്ല. വേറെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഭൗതികമായിട്ടുള്ളൊരു വാസ്തവത്തിൽ നമ്മുടേത് അല്ല, അത് പലരുടേതുമാണ്. നാം അത് പങ്കിട്ടെടുക്കുന്നു. നമുക്ക് നമ്മുടേതായിട്ട് മാത്രം എക്സ്പ്രസ് ആകെയുള്ള മൂലധനം ഭാഷയാണ്. അപ്പോൾ ആ ഒരു ഭാഷയെക്കുറിച്ചുള്ള ധാരണ പുതിയ രാഷ്ട്രീയ ലോകത്തോട് ഒട്ടിച്ച് ചേർത്ത് കൊണ്ടുള്ള ചിന്താഗതികൾ വിദ്യാർത്ഥികളിൽ നിന്ന്, പ്രത്യേകിച്ച് ക്യാമ്പസുകളിൽ നിന്ന് വളർന്നു വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ആ മട്ടിൽ അത് വളർന്നു വരുന്നില്ല. പ്രക്രിയാബദ്ധമായുള്ള രമിക്കലുകൾ ഒരുപാടുണ്ടെങ്കിലും ഈ തരത്തിലുള്ള അതിൻ്റെ നൈതിക സങ്കല്പത്തെക്കുറിച്ച്, അതിൻ്റെ രാഷ്ട്രീയ സങ്കല്പത്തെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ക്യാമ്പസിൽ നിന്ന് വളർന്നു വരുന്നില്ല എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ള വസ്തുത. ഒരു അധ്യാപകൻ, എനിക്ക് പറയാതിരിക്കാൻ വയ്യ അധ്യാപകൻ എന്നുള്ളതൊക്കെ. ഏതായാലും ഈ ചർച്ചയുടെ ഇവിടെ അവതരിപ്പിക്കാനുള്ള എല്ലാവരും അവരുടെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അതിനോട് കൂട്ടിച്ചേർക്കാനുള്ളത്, അതിനോട് ചോദിക്കാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ആ തരത്തിലാണ് ഇനി ഇതിനെ പൂരിപ്പിക്കേണ്ടത്. അതിനുവേണ്ടി സാമാജികരുടെ ഓരോ അഭിപ്രായങ്ങളും ക്ഷണിക്കുകയാണ്. നമുക്ക് ഒരു അരമണിക്കൂർ 10-20-25 മിനിറ്റ് പരിചയമില്ല
3 പേരെ എനിക്ക് പരിചയമുണ്ട്. സുനിത ടീച്ചർ പരിചയമല്ല, എന്നെ പരിചയമല്ല, എനിക്ക് പരിചയമുണ്ട്. ഈ സോഷ്യൽ മീഡിയയെക്കുറിച്ച് ഞാനൊരു ന്യൂജൻ അല്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ ഇരിക്കുന്ന പോലെ പ്രായമൊക്കെ എനിക്കുണ്ട്. സോഷ്യൽ മീഡിയകളുടെ എഴുത്തിനെക്കുറിച്ച് 3 പേരും സംസാരിച്ചത് ആ ഒരു രൂപത്തിലേക്കാണ് എന്നാണ് എൻ്റെ തോന്നൽ. കാരണം ഞാൻ കവിത എഴുതാറുണ്ട്. പക്ഷെ ഞാൻ എഴുതിയ കവിതയുമായി ഞാൻ പല സ്ഥലങ്ങളിലും നടന്നപ്പോൾ ഇവിടെ ഇരിക്കുന്ന മുഖ്യ സ്ഥാപനങ്ങളിൽ പോലും പറയുന്നു, ഞങ്ങൾ ഇവിടെ 8 പേരെ വെച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാൻ 4 കൊല്ലത്തേക്ക് യാതൊരു മാർഗവുമില്ല. പാറക്കടവ് സാറ് മുഖ്യപത്രത്തിൻ്റെ ഇതിൻ്റെ ഒരു എഡിറ്റർ കൂടിയാണ്. അദ്ദേഹത്തിന് അയച്ചു കൊടുത്താൽ അത് നോക്കാൻ പോലും സമയമില്ലാത്ത ഈ കാലഘട്ടത്തിൽ നാം സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് പോലുള്ള സ്ഥലങ്ങളിൽ ഞാൻ എഴുതിയാൽ ആ എഴുതുന്നതിന് അറിവുള്ളവർ നമുക്ക് തിരുത്തി തരാറുണ്ട്. ഇല്ല എന്ന് പക്ഷഭേദത്തോടു കൂടി നമ്മൾ വിമർശിക്കാൻ പാടില്ല. കാരണം അറിവുള്ളവർ ആ സോഷ്യൽ മീഡിയയിലും ശക്തമായിട്ടുണ്ട് എന്ന് പറയാൻ പല ജോസഫ് സാർ അങ്ങനെ പോലെ ഭാഷാ പണ്ഡിതന്മാരുണ്ട്. അവരൊക്കെ തിരുത്തും തരാറുണ്ട്. അത് ഇങ്ങനെയാവേണ്ടിയിരുന്നു എന്നുള്ള രീതിയിലുള്ള തിരുത്തുകൾ തരാറുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന എഴുത്തുകളെല്ലാം പുച്ഛമാണ് എന്ന ഒരു രീതിയിലുള്ള സംസാരം വന്നോ എന്ന് എൻ്റെ എളിയ ബുദ്ധിയോണ്ട് എനിക്കൊരു സംശയമാണത്. കൂടാതെ അപ്പോൾ ഞാൻ എങ്ങനെ എന്നിലുള്ള സർഗാത്മകതയെ ഞാൻ എങ്ങനെ പ്രതിഫലിപ്പിക്കണം? ഇത് അപ്പോൾ സോഷ്യൽ മീഡിയ നല്ലൊരു ഉപാധിയല്ലേ? ഇങ്ങനെയും ഒരുവൻ പറഞ്ഞു അവൻ മരിച്ചെന്ന്. സദാസമയവും മരണം പറയാൻ ഇഷ്ടമായിരുന്നു. തെമ്മാടിക്കൂലിയായിരിക്കും അടക്കം. ദൈവത്തെ ഇഷ്ടമായിരുന്നില്ല, ഏവരുടെയും ഇഷ്ടക്കാരനും. ശീതീകരിച്ച മുറി അന്യമായിരുന്നു അവന്. പകലുകൾ വീർപ്പ് മുട്ടിച്ചിരുന്നു, രാത്രി അതിലേറെ. കൊതുകുകൾ പോലും ഇഷ്ടപ്പെട്ടിരുന്നില്ല അവൻ്റെ ശരീരത്തെ. ഭയന്നാണ് ജഡത്തെ സമീപിച്ചത്. ഒളിഞ്ഞു നോട്ടമായിരുന്നില്ല. ഉന്തിയ പല്ലുകൾ പുറത്തു തന്നെയായതുകൊണ്ട് ചിരിച്ചു തന്നെ. വിരഹത്തിൽ ദുഃഖിതരായി ആരുമില്ല, ഏകനായിരുന്നു ഞാൻ. ചുണ്ടുകൾ ഇളകുന്നുണ്ടായിരുന്നു, കാതുകൾ ക്ഷീണിച്ചിരുന്നു. അത്രയും പഴിയാണല്ലോ പുറത്ത്. കാതുകൾ കൂർപ്പിച്ചു തന്നെ വെച്ചു. ദൈവം ഉണ്ടെന്ന് തന്നെ പറഞ്ഞോളൂ. എൻ്റെ ചുറ്റും ഇഴയുന്ന പുഴുക്കളും ഉറുമ്പുകളും കൂടെ വരാനായി ഒരുക്കം തുടങ്ങിയിരിക്കുന്നു. കരിമ്പൂച്ച മൂലയിൽ വവ്വാലുകൾ വന്ന് ഇടയ്ക്കിടെ എത്തി നോക്കുന്നുണ്ട്. ശവന്തീനി ഉറുമ്പുകൾ പുറത്ത് തെമ്മാടിക്കുഴിയിലേക്ക് വരിയായി നീങ്ങുന്നുണ്ട്. കിടപ്പാടം ഒടുക്കുന്നവർ സൊറ പറഞ്ഞിരിക്കുന്നു. ഇല്ലേലും ഉണ്ടെന്ന് പറയൂ. ആർക്കും ജീവിക്കാൻ എളുപ്പം അത് തന്നെ. കത്തിച്ച തിരി തീർന്നിരിക്കും, മണം തീരെയില്ല. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഈ ആത്മസംതൃപ്തി ഈ മീഡിയയിൽ കൂടിയാണെങ്കിൽ ഞാനത് സ്വീകരിച്ചൂടെ എന്നുള്ള ഒരു ചോദ്യമാണ് എൻ്റെ വെക്കാനുള്ളത്. സോഷ്യൽ മീഡിയയെ തള്ളി പറഞ്ഞിട്ടില്ല. സോഷ്യൽ മീഡിയയെ ആരും കുറ്റപ്പെടുത്തിയതായി ഒരു പ്രസംഗത്തിലും ആരും കുറ്റപ്പെടുത്തിയിട്ടില്ല. നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലുള്ളവരാണ്. മാത്രമല്ല, അവസാനം പ്രസംഗിച്ച സുനിത സോഷ്യൽ മീഡിയയിൽ ന്യൂ ജനറേഷൻ നടത്തുന്ന പ്രയോഗങ്ങൾ അതിശക്തമായി ന്യായീകരിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ആരോപിച്ചുകൊണ്ട് ചിലത് പറയുക മാത്രമാണ് ചെയ്തത്. പിന്നെ ഒന്ന്, സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്തും നല്ല കവിതകളും നല്ല രചനകളും ഒരു പത്രാധിപർ നിരസിച്ചാൽ വന്നിരുന്നു. ഇവിടെ നേരത്തെ പറഞ്ഞ ഈ രാജേന്ദ്രൻ ചൂണ്ടിക്കാണിച്ച ഒരു വലിയ പണ്ഡിതനും പത്രാധിപരുമുണ്ട്. മഹാകവിയുമായിരുന്നു അദ്ദേഹം. പേര് NV കൃഷ്ണവാര്യർ. NV കൃഷ്ണവാര്യർ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപരായിരിക്കുന്ന കാലത്ത് അയ്യപ്പ പണിക്കരുടെ കുരുക്ഷേത്രം അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് അയ്യപ്പ പണിക്കരുടെ കുരുക്ഷേത്രം സോഷ്യൽ മീഡിയ ഇല്ലാതായിപ്പോയത് കൊണ്ട് വരാതിരുന്നിട്ടില്ല. അയ്യപ്പ പണിക്കരുടെ കുരുക്ഷേത്രത്തിന് മുമ്പും പിമ്പും എന്ന നിലയിൽ കവിതയെ തന്നെ വിലയിരുത്തുന്ന തരത്തിൽ അതിശക്തമായി പിൽക്കാലത്ത് അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കാലത്ത് ഏതെങ്കിലും ഒരു രചന ഒരു പത്രാധിപർ നിരസിക്കുകയാണെങ്കിൽ ഒരുപാട് പ്രസിദ്ധീകരണങ്ങളുണ്ട്. പണ്ട് കാലത്താണെങ്കിൽ ഒരൊറ്റ പ്രസിദ്ധീകരണം അല്ലെങ്കിൽ 2 പ്രസിദ്ധീകരണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
അതുകൊണ്ട് ഈ സുഹൃത്ത് പറഞ്ഞത് ഇവിടെ ആരും സോഷ്യൽ മീഡിയയെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഒന്നാമത് കുറ്റപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ എഴുതിയാൽ എന്താണ് തെറ്റ് എന്ന് ചോദിക്കുമ്പോൾ പറയാത്ത ഒന്ന് ഉണ്ടാക്കി പറയുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായി, ഒരു രചന ഒരു പത്രാധിപർ നിരാകരിക്കുന്നു എന്നുള്ളത് ആ രചന മോശമാണ് എന്നുള്ളതിൻ്റെ അർത്ഥമല്ല. പത്രാധിപർ നിരസിച്ച രചനകൾ എന്ന പേരിൽ തന്നെ മലയാളത്തിലൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. അതും ഈ കേരളത്തിലാണ്. പത്രാധിപർ നിരസിച്ച രചനയ്ക്ക് വലിയ അവാർഡ് കിട്ടിയ ചരിത്രവുമുണ്ട്. അതുകൊണ്ട് ഒരു പത്രാധിപർ ഒരു രചന നിരസിച്ചു, സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നൊക്കെ NV കൃഷ്ണവാര്യരെയും ഈ അയ്യപ്പ പണിക്കരെയും ഒക്കെ മലയാള സാഹിത്യ ചരിത്രം അറിയുന്നവർക്ക് സാക്ഷി നിർത്തി പറയാനാവില്ല. സോഷ്യൽ മീഡിയ ഇവിടെ ആരും പുച്ഛമായിട്ട് പറഞ്ഞിട്ടില്ല. രണ്ടാമത്, സോഷ്യൽ മീഡിയയിൽ വരുന്ന കവിതകളെക്കുറിച്ച് ഗൗരവമായ പഠനങ്ങളും ഗവേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ ഫെസ്റ്റിവലിൻ്റെ ഡയറക്ടറായ K സച്ചിദാനന്ദൻ ബ്ലോഗിൽ വരുന്ന കവിതകൾ സമാഹരിച്ചുകൊണ്ടൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അപ്പം 4-ാം ഇടം എന്നുള്ള പേരിൽ. അപ്പോൾ ഇത് ബ്ലോഗിൽ വന്ന കവിതകൾ മാത്രമാണ്. ഫേസ്ബുക്കിലെ കവിതകൾ സമാഹരിച്ച് പുസ്തകങ്ങൾ ധാരാളമായി വരുന്നുണ്ട്. കഥകളും കവിതകളും പോസ്റ്റുകളൊക്കെ പല രീതിയിൽ സമാഹരിക്കപ്പെടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു പിന്നെ ഈ ആരും തന്നെ അങ്ങനെ കേരളീയ സമൂഹം ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒരു തരത്തിലും മോശമായി കാണുന്നില്ല എന്ന് മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാത്ത ഒരാൾ എന്തോ ഒരു സാമൂഹ്യ നഷ്ടം അനുഭവിക്കുന്നുണ്ട് എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ ആരും പുച്ഛിക്കുന്നൊന്നുമില്ല. പിന്നെ ഈ കവിതകൾ തിരിച്ചയക്കുന്ന, ഞാൻ പത്രാധിപരോ അല്ലെങ്കിൽ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളോ അല്ല, പക്ഷേ ഞാൻ പുറത്തുനിന്ന് കണ്ടിട്ടുള്ള ചില കാര്യങ്ങൾ പറയാം. കുഴൂർ വിൽസൺ എന്ന് പറയുന്ന കവി, അദ്ദേഹത്തിൻ്റെ ഒരു ബ്ലോഗിൻ്റെ പേര് അച്ചടി മലയാളം നാട് കടത്തിയ കവിതകൾ എന്നാണ്. അപ്പം അദ്ദേഹം അറിയപ്പെടുന്ന കവിയാണ്. പക്ഷെ അദ്ദേഹം അയച്ചിട്ട് പലപ്പോഴും പ്രസിദ്ധീകരിക്കാത്ത കവിതകളും പിന്നെ അതേമാതിരി തന്നെ ചില കവികൾ, ബ്ലോഗിലെ പ്രസിദ്ധരായ കവികൾ പ്രിന്റ് മീഡിയയിലേക്ക് കവിതകൾ അയക്കാറില്ല, പ്രസിദ്ധീകരണങ്ങൾക്ക് അയക്കാറില്ല. അപ്പം അതുകൊണ്ട് എന്താ വെച്ചാൽ അതിന് തന്നെ അതിൻ്റെതായ ഒരു, മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിക്കുമ്പോഴുള്ള ഗുണം പ്രതികരണങ്ങൾ ഉടനടി അറിയാം. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ കവിതകൾ എഴുതിക്കൊണ്ട് തന്നെ സ്വന്തം ജീവിതം തന്നെ മാറി മറിഞ്ഞ ഒരുപാട് പേര് കേരളത്തിലുണ്ട്. ആ തരത്തിൽ സോഷ്യൽ മീഡിയ ഇടപെടൽ കൊണ്ട്, സോഷ്യൽ മീഡിയയിലെ കവിതാരചനയായാലും മറ്റ് രചനകളായാലും ശരി, ഈ ഇടപെടൽ കൊണ്ട് മാത്രം അത്തരത്തിലുള്ള സംഘങ്ങൾ ഉണ്ടാക്കി അത്തരം ചർച്ചകളും സൗഹൃദങ്ങളും അത്തരത്തിലുള്ള ഒരു സാമൂഹ്യ വ്യക്തിത്വമൊക്കെ ഉണ്ടാക്കി ജീവിതം മാറി മറിഞ്ഞ ഒരുപാട് പേർ കേരളത്തിലുണ്ട്. അതുകൊണ്ട് അങ്ങനെ ധരിക്കേണ്ട, സോഷ്യൽ മീഡിയയിൽ എഴുതാതിരിക്കുന്നതാണ് നഷ്ടം എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. അതുകൊണ്ട് തന്നെ പലപ്പോഴും സോഷ്യൽ മീഡിയ പുച്ഛിച്ച പല എഴുത്തുകാരും പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി മാറി. അത്തരം ചർച്ചകൾ സോഷ്യൽ മീഡിയ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒരു എഴുതുന്ന റൈറ്റർ, ഞാൻ ജെൻഡർ സ്പെസിഫിക്കായി പറയുന്നില്ല, അവർ പറഞ്ഞൊരു കാര്യം, ഇത് എന്താണ്, ടോയ്ലറ്റിൻ്റെ ചുമരിൽ എഴുതുന്ന പോലെയാണ് സോഷ്യൽ മീഡിയ റൈറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു റൈറ്റർ ഉണ്ടായിരുന്നു കേരളത്തിൽ. അവർ പിന്നീട് സോഷ്യൽ മീഡിയയിൽ സജീവമായി മാറി. അന്നേരം സോഷ്യൽ മീഡിയയിലെ വിവിധ ആളുകൾ അവരും വന്നു എന്ന മട്ടിലേക്ക്, സാമൂഹ്യ മാധ്യമങ്ങളെ വിജയം എന്ന മട്ടിലേക്ക് അതിനെ ആഘോഷിക്കേണ്ടായി. ഉണ്ട്. ഇത് മാത്രമല്ല, മലയാളത്തിലെ വളരെ അറിയപ്പെടുന്ന എഴുത്തുകാർ തന്നെ പലരും തന്നെ, സാർ ഇപ്പോൾ ഇവിടെ പറഞ്ഞ മാതിരി തന്നെ, അത് മുതിർന്ന ആളുകളാണെങ്കിൽ ഇപ്പോഴത്തെ കാലത്തും അടുത്ത കാലത്തും ഞാനൊരു മലയാളത്തിലെ അത്യാവശ്യം അറിയപ്പെടുന്ന ധാരാളം അവാർഡുകൾ കിട്ടിയ ഒരാളുടെ ഇത് കാണുണ്ടായി. അവരുടെ ഒരു കവിത ഒരു അച്ചടി മാധ്യമത്തിന് അയച്ചിട്ട് അവർ തിരസ്കരിക്കുകയും ആ കവിതയ്ക്ക് അവാർഡ് കിട്ടുകയും ചെയ്തു. അപ്പോൾ അതും ചേർത്തുകൊണ്ട് അവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ട് വായിക്കേണ്ട. അപ്പോൾ ഇത് നിരന്തര ഒരു പ്രക്രിയയാണ്. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ നമ്മൾ സജീവമല്ലെങ്കിലാണ് നഷ്ടങ്ങൾ സംഭവിക്കുക. അതിൻ്റെതായ വായനക്കാരും അതിൻ്റെതായ സൗഹൃദ വലയങ്ങളും അതിൻ്റെതായ ആസ്വാദക വൃന്ദവും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് സത്യം. അനുബന്ധമായി ഇൻഫർമേഷൻ പറയാനാണ്. ഈ പത്രാധിപർ തിരിച്ചയച്ചവ എന്ന് പറയുന്ന പുസ്തകം ഇറക്കിയതന്ന് 1980-കളിലാണ്. ബാബ താനൂർ എന്ന് പറയുന്ന കാർട്ടൂണിസ്റ്റും എഴുത്തുകാരനൊക്കെ ആയിരുന്നു. അദ്ദേഹം ഇപ്പോൾ എഴുതാറില്ല. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് എഴുതാറുണ്ട് താനും. അതുപോലെ ആൾക്കൂട്ടം പോലുള്ള, ആനന്ദിൻ്റെ ആൾക്കൂട്ടം പോലുള്ള നോവൽ മാതൃഭൂമി തിരിച്ചയച്ച നോവലാണ്. പിൽക്കാലത്ത് അതുപോലെ ഒരുപാട് സമാന്തര പ്രസിദ്ധീകരണങ്ങളിലാണ് പലരുടെയും കവിതകൾ, പിന്നെ ചുള്ളിക്കാടിൻ്റെ, അതുപോലെ കടമ്മനിട്ടയുടെ അടക്കമുള്ള ഒരുപാട് കവിത, സച്ചിദാനന്ദൊക്കെ അടക്കമുള്ള കവിതകൾ അക്കാലത്ത് മുഖ്യധാര പ്രസാധകരല്ല, ഈ സമാന്തര പ്രസാധനങ്ങളിലാണ് യഥാർത്ഥത്തിൽ വന്നിരുന്നൊക്കെ കാണാൻ പറ്റും.
ഇന്ന് ഇപ്പോൾ വിഷ്ണു പോലുള്ള ഒരു കവി യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയ കവിയായിട്ട് കൊഴൂർ വിൽസനെ പോലുള്ള കവി നേരത്തെ പറഞ്ഞത് അതിൻ്റെ സമാന്തരമായുള്ളൊരു എക്സാമ്പിളാണ് കൊഴൂർ വിൽസനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഇന്ന് വാസ്തവത്തിൽ ഇവിടെ ആരും നമ്മൾ ഒരു അധികാരത്തോടു കൂടി ഒരു പത്രാധിപർ എന്നുള്ളവർക്ക് പിന്നിൽ നിന്നാണ് നിയന്ത്രിക്കേണ്ട ഒരു ബാധ്യതയും സോഷ്യൽ മീഡിയയിലില്ല എന്നുള്ള സ്വാതന്ത്ര്യമാണ് ആഘോഷിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ആ സ്വാതന്ത്ര്യം ആഘോഷിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ ആ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ എന്തൊക്കെ അതിരുകളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം എല്ലാത്തിനും ലൈക്ക് ഇടാൻ പറ്റുന്ന ഒരു സോഷ്യൽ മീഡിയയിൽ ഡിസ്ലൈക്ക് ഇടാനുള്ള സ്പേസ് ഇല്ല എന്ന് പലപ്പോഴും ഞാൻ എഴുതിയിട്ടുണ്ട്. എൻ്റെ ഒരു പ്രശ്നമുണ്ട്, ചില കാര്യങ്ങൾ എടുക്കുമ്പോൾ ഡിസ്ലൈക്ക് ഇടാനുള്ള ഒരു സ്പേസ് ഇല്ലാത്ത ഒരു ഏകഭാഷണ ലോകക്രമത്തിലേക്കും അങ്ങനെ ചുരുങ്ങുന്നില്ല. ഇത്തരം കാര്യങ്ങൾ കൂടി നമുക്ക് ആലോചിക്കാവുന്നതാണ് എന്നാണ്. ഏതായാലും ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്തുക. നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കാനാണല്ലോ. അപ്പോൾ ആ ലെവലിൽ മലയാളം, തുടക്കത്തിൽ മലയാളം എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു രൂപമൊന്നും ഉണ്ടായിരുന്നില്ല. പല രൂപത്തിൽ പലരും പല രൂപത്തിൽ പല ഭാഗങ്ങളിൽ പല ഭാഷ സംസാരിച്ചത്. അപ്പോൾ അതിനൊരു ഏകീകരണ രൂപമൊക്കെ ഉണ്ടായി. പിന്നീട് ഗ്രാമറുകൾ അതിൻ്റെ അങ്ങനെയാണ് ഭാഷ ഈ രൂപത്തിലേക്ക് വികസിച്ചത്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വരുമ്പം ഭാഷയ്ക്ക് അങ്ങനെ ഒരു രൂപം വേണ്ട എന്ന് പറയുന്നത്, അപ്പോൾ ഈ ഭാഷയുടെ ഈ ഏകീകരിച്ച രൂപമൊക്കെ നഷ്ടപ്പെടുന്നതിലേക്ക് നയിക്കില്ല എന്ന്, അത് വേണ്ട എന്ന് പറയുന്നത്, അത് സുനിത ടീച്ചറോട് ഞാൻ വിയോജിക്കുകയാണ്. വേണ്ട എന്ന് പറയുന്നത് നമുക്കൊന്നും അതിലൊന്നും യാതൊരു പങ്കുമില്ല. യഥാർത്ഥത്തിൽ അതിനൊരു ക്രാഫ്റ്റ് ഉണ്ടാക്കേണ്ടതല്ലേ എന്നൊരു സംശയമാണ് എനിക്കുള്ളത്. തന്നെ പറയാം 6 മലയാളിക്ക് 100 മലയാളം എന്ന് പറയും. അത്രയധികം പ്രാദേശിക നമ്മുടെ സംസാരത്തിലൊക്കെ ഉണ്ട് പ്രാദേശിക ഭാഷാഭേദം. നമ്മൾ ആരും തന്നെ മാനക ഭാഷയിലല്ല സംസാരിക്കുക. എല്ലാവരും സംസാരിക്കുമ്പോൾ അവരുടെ ദേശവും അവരുടെ ഒരുപാട് വ്യക്തിത്വ പ്രത്യേകതകളൊക്കെ ആ ഭാഷണത്തിൽ വരും എന്നുള്ളതാണ്. അപ്പം പിന്നെ പത്രങ്ങളുടെ ഒരു ലോകക്രമമല്ല എന്നുള്ളത്. പത്രങ്ങൾ നിർണ്ണയിക്കുന്ന മാനകീകരണത്തിൻ്റെ ഒരു ക്രമമല്ല ഇന്ന് ലോകത്തുള്ളത്. അപ്പം നമ്മളിപ്പം മാനകീകരണം അത് പാഠപുസ്തകങ്ങളിലും അതേമാതിരി തന്നെ അക്കാദമിക് പ്രവർത്തനങ്ങളിലൊക്കെ നടക്കും. അത് പത്രമാധ്യമങ്ങൾ, റേഡിയോ തുടങ്ങിയ മേഖലകളിലൊക്കെ, പ്രത്യേകിച്ച് ആകാശവാണി പോലെ സർക്കാർ നിയന്ത്രിത മാധ്യമങ്ങളും പത്രമാധ്യമങ്ങളിലും പാഠപുസ്തകങ്ങളിലും അച്ചടി പുസ്തകങ്ങളിലൊക്കെ തന്നെ മാനകീകൃത മലയാളം നിലനിൽക്കും. പക്ഷെ അതേസമയം തന്നെ മാനകീകരണം ഒരു അധികാരക്രമം കൂടിയല്ലേ. ഇങ്ങനെ ഇന്ന മലയാളം ഇപ്പം ഇജ്ജ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്, ഇഞ്ഞി എന്ന് പറഞ്ഞാൽ തെറ്റാണ്, നീ എന്നുള്ളതാണ് ശരി എന്ന് നമ്മൾ കൽപ്പിക്കുമ്പോൾ അതിലൊരു അധികാരക്രമം ഇല്ലേ. അതിൽ പിന്നെ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നമ്മുടെ പ്രാദേശികമായ ഇത്തരത്തിലുള്ള മലയാളം ഏതാ ശരിയായ മലയാളം? അത് ഈ പറയുന്ന മാനകീകൃത മലയാളം എന്ന് പറയുന്ന അച്ചടിയിലും ഈ പറയുന്ന ചില ഇടങ്ങളിൽ മാത്രമേ മാനകീകൃത മലയാളം ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് സ്വാതന്ത്ര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. രണ്ടും നിലനിൽക്കും. മാനക മലയാളം നിലനിൽക്കും, ഈ പറയുന്ന വ്യത്യാസങ്ങളുള്ള മലയാളവും നിലനിൽക്കും. ഇതിനെല്ലാം നിലനിൽക്കാനുള്ള എല്ലാ തരത്തിലുള്ള വ്യത്യാസങ്ങളെയും ഉൾക്കൊള്ളാനുള്ള തരത്തിലേക്ക് നമ്മുടെ മാധ്യമങ്ങളും എഴുത്തും ലോകമൊക്കെ വികസിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞത് എല്ലാവരും തന്നെ, എല്ലാ ആളുകളും, ഇപ്പോൾ പത്രത്തിൽ നമ്മൾ ഇത്തരത്തിലൊരു നേരത്തെ പറഞ്ഞ ചുരുക്ക ഭാഷയുള്ള എഴുത്ത് നമ്മൾ കാണില്ല. സോഷ്യൽ മീഡിയ കൊണ്ടുവന്ന ഒരു സ്വാതന്ത്ര്യം കൂടിയാണ് ഇത്തരത്തിലുള്ള വളരെ എളുപ്പത്തിൽ കാര്യം പറയാന്നുള്ളതാണ് പ്രധാനം. വളരെ ചുരുക്കത്തിൽ മിനിമം, നേരത്തെ പറഞ്ഞ അമർത്യാനന്ദമാതിരി തന്നെ മിനിമം അമർത്തലുകൾ കൊണ്ട്, മിനിമം വിരലിൻ്റെ സ്ട്രോക്ക് കൊണ്ട് കാര്യം പറയുക എന്ന മട്ടിലേക്കുള്ള ഒരു രീതിയിൽ വരുമ്പോൾ ഉണ്ടാകുന്ന സ്വാതന്ത്ര്യങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പിന്നെ മാറ്റങ്ങൾ, ഭാഷാ മാറ്റങ്ങൾ. അതിനൊപ്പം തന്നെ പത്രങ്ങളുണ്ട്, അച്ചടിയുണ്ട്, മറ്റെല്ലാം ഇവിടെ ഉണ്ട്. മാനക മലയാളവും ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളോട് കൂടിയ മലയാളവും എല്ലാം നിലനിൽക്കാനുള്ള തരത്തിലേക്ക് ഒരു വലിയ തുറസ്സായി നമ്മുടെ ഭാഷയും സംസ്കാരവും സാഹിത്യവും മാറുക ചെയ്യുന്ന വിചാരിക്കുന്നത്. ഞാൻ സ്വാതന്ത്ര്യത്തിലും തുറസ്സിലും വിശ്വസിക്കുന്ന ആളാണ്. അല്ലാതെ ഒന്ന് മാത്രം ശരിയെന്നല്ല. മാനക മലയാളം വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അതൊക്കെ കൂടി ഒരേപോലെ നിലനിൽക്കും. അച്ചടിയും നിലനിൽക്കും, ടെലിവിഷനും നിലനിൽക്കും, നവമാധ്യമങ്ങളും നിലനിൽക്കും, എല്ലാത്തരം ഭാഷാഭേദങ്ങളും നിലനിൽക്കും. എല്ലാം നിലനിൽക്കട്ടെ എന്നാണ്. മലയാള ഭാഷ നമ്മൾ ഈ സംസാരിക്കുന്ന രീതിയിലെ മലയാള ഭാഷ ഉപയോഗിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക. ഈ പറഞ്ഞ ഞെക്കു മലയാളം ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടി വരിക. മലയാളി കുട്ടികൾ തന്നെ മലയാളം ഉപയോഗിക്കുന്നില്ല. അപ്പം നമ്മുടെ ഈ ഭാഷ ഇല്ലാണ്ടായി തുടങ്ങുകയല്ലേ ചെയ്യുന്നത്. അതിലൊരു വിഷമം തോന്നണ്ടേ നമുക്ക് എല്ലാവർക്കും? നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾ ശീലിച്ച മലയാളമാണ് ഇത്. കാരണം പല ദേശങ്ങളിലും കുടിയേറി പാർക്കുകയും ജോലി സ്വീകരിക്കുകയും അവിടുത്തെ സംസ്കാരവുമായി ഇണങ്ങിച്ചേരുകയും അവിടുത്തെ ഭാഷകൾ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണത കേരളത്തെ പോലുള്ള സംസ്ഥാനത്തെ പോലെ തന്നെ സംസ്കാരങ്ങളിൽ കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഈ ഭാഷകൾ ഒക്കെ പഴയ പോലെ തന്നെ നിലനിൽക്കണമെന്ന് പറയുന്നത് വാസ്തവത്തിൽ അത് പുതിയ കാലഘട്ടത്തിൻ്റെ സ്വഭാവം നിലനിൽക്കുമെന്ന് സംശയമുണ്ട്. ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഭാഷകൾ നിലനിൽക്കേണ്ട എല്ലാത്തരം ഭാഷാപ്രയോഗങ്ങളും നിലനിൽക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ പൈതൃകം എന്ന് പറയുമ്പോൾ സുനിത ടീച്ചറൊക്കെ ശോഭിക്കും, മാതൃകം എന്നും കൂടി പറയേണ്ട ഒരു കാലഘട്ടമാണിത്. അപ്പോൾ അതാണ് പൈതൃകം എന്ന് പറയുമ്പോൾ ആരെങ്കിലും അവിടുന്ന് കുട്ടികൾ ചോദിക്കും എന്താ മാഷ് അങ്ങനെ പറയണു, നിങ്ങൾ ആണായിട്ടാണോ എന്ന് ചോദിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ മാതൃകം എന്നുകൂടി അവിടെ പറയേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ അതായത് നമ്മുടെ ഇതിൻ്റെ അവസ്ഥ എല്ലാ കാര്യങ്ങളിലും ഉണ്ടായി വരുന്ന ഈ ഒരു മാറ്റം, ഈ പറഞ്ഞ ഈ ജോലിയുടെ ഡയസ്പോറയുമായി ബന്ധപ്പെട്ട മലയാളിയുടെ ഈ പ്രവാസം, അവരുടെ മൈഗ്രേഷൻസ് ഒക്കെ കൂടുതലായി വരുന്നൊരു കാലഘട്ടത്തിൽ ഭാഷ പഴയ രീതികൾ തീർച്ചയായിട്ടും നിലനിൽക്കും. എങ്ങനെയെന്ന് ചോദിച്ചാൽ പഴയ വരമൊഴി രൂപത്തിലുള്ള കാര്യങ്ങളിലൂടെ അത് നിലനിൽക്കും എന്നുള്ളതാണ്. അങ്ങനെ മനസ്സിലാക്കേണ്ടുള്ളൂ. ഇപ്പോൾ എഴുത്തച്ഛൻ്റെ കാലത്തെ ഒരു ഭാഷ ഇന്ന് നമ്മൾ പ്രയോഗിച്ചിട്ട് കാര്യമില്ല, നമുക്കറിയാം. മൊയ്ൻകുട്ടിയുടെ കാലത്തെ ഒരു ഭാഷ ഇന്ന് പ്രയോഗിച്ചുകൊണ്ട് ആളുകൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ അത് ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന അത് സജീവമായുള്ളൊരു ഭാഷാക്രമമായിരുന്നു എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും അതിനൊരു വാല്യൂ ഉണ്ടായിരുന്ന കാലത്ത് അതിൻ്റെ നിത്യവ്യവഹാരത്തിൽ ഉള്ള ഭാഷയിൽ സജീവമായുള്ള ഭാഷയായിരുന്നു. വ്യവഹാരത്തിൽ ഇല്ലാത്ത ഭാഷകൾ ഇല്ലാതാകും തോറും ആ ഭാഷകൾ മെല്ലെ മെലിഞ്ഞു പോകുകയോ വേറെ കൂട്ടിച്ചേർക്കപ്പെട്ട് അവ ഒരു സങ്കര സ്വഭാവമുള്ളതായി തീരുകയോ ചെയ്യും. അതിന് മാധ്യമങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സാങ്കേതിക വിദ്യകൾ അതിന് ഒരു കാര്യമായിട്ടുള്ള പങ്ക് വഹിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരം ഒരു മാധ്യമ ബോധത്തെ, പുതിയൊരു കാലത്തെ മാധ്യമത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് കേരളത്തെ വിഭാവനം ചെയ്യാൻ പറ്റുമോ, സങ്കല്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇതിനോട് അങ്ങോട്ട് ചോദിക്കാനുള്ള എൻ്റെ വിനീതമായിട്ടുള്ള ഒരു ചോദ്യം. അപ്പോൾ അങ്ങനെ പറ്റാത്തിടത്തോളം കാലം തീർച്ചയായിട്ടും ഇത് കഴിയുമ്പോൾ ഇനി ഇതാ 3D ജനറേഷൻ, 4G ജനറേഷൻ, ആ ജനറേഷൻ കഴിഞ്ഞു പോകും തോറും ഇപ്പോൾ നാം ഇന്ന് വിനിമയം ചെയ്യുന്ന ഈ സാങ്കേതിക അല്ലെങ്കിൽ ഓൺലൈൻ സാങ്കേതികബദ്ധമായ ഭാഷകൾ തന്നെ അപ്രത്യക്ഷമാകും. അപ്പോൾ പറയും ടീച്ചറെ പോലുള്ള ആളുകൾ പറയും, പരാതി പറയും, കുറേ കഴിഞ്ഞ് പരാതി പറയും, കണ്ടില്ലേ ഞാൻ വിഹരിച്ചിരുന്ന എൻ്റെ ലോകക്രമം ആ ഭാഷ പോകുന്നു എന്ന് പറയും. ഇത് നമ്മുടെ ഒരു നൊസ്റ്റാൾജിയാണ്, മനുഷ്യന് ഭാഷയോടുള്ള സ്നേഹമാണ്. ഭാഷ നമ്മളെ ഐഡൻറ്റിറ്റിയാണ്. അത് പോകുന്നത് അപ്രത്യക്ഷമാകുന്ന നമ്മളെ ഐഡൻറ്റിറ്റിയാണ് ബാധിക്കുന്നത് എന്നുള്ള ഒരു വേദനയിൽ നിന്നും ലോകബോധത്തിൽ നിന്നും പറയുന്നതാണ്. അപ്പോൾ അതിന് നിശ്ചിതമായിട്ടുള്ള ഒരു മരുന്നൊന്നും ഇല്ല എന്നുള്ളതാണ്. അതിനെ മാറ്റുന്ന നിശ്ചിതമായിട്ടുള്ള മരുന്നില്ല. നമ്മൾ ഇതൊക്കെ സഹിക്കുക തന്നെ നിവൃത്തിയുള്ളൂ എന്നുള്ളതാണ് എൻ്റെതായിട്ടുള്ള അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. കൂടുതൽ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. സംശയമാണ്. അത് ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് ഒരുപക്ഷെ മലയാളത്തിലായിരിക്കാം. മറ്റു ഭാഷകളിൽ അത്രത്തോളം അതിന് സ്വാധീനം ഉണ്ടോ എന്നുള്ളത് അറിയില്ല. അതിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം, അതിൻ്റെ ഒരു സാമൂഹികമായിട്ടുള്ള പ്രസക്തിയെപ്പറ്റി നമ്മൾ പഠിക്കേണ്ടതല്ലേ. അതുമാത്രമല്ല ഏത് ലാംഗ്വേജിലാണ് ഇത് ഇത്രത്തോളം വ്യാപകമായിട്ട് ട്രോളുകൾ പറയുന്നത്? 4-5 കള്ളികളിൽ ഒതുങ്ങിക്കൊണ്ട് ഇത്രയധികം വലിയ മെസ്സേജുകൾ നൽകാൻ പറ്റുന്ന വേറെ ഒരു പ്രതിഭാസം ഉണ്ടോ? അതിനെപ്പറ്റി ടീച്ചറൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. മറ്റ് ഭാഷകളിൽ ട്രോളുകളെ കുറിച്ച് താരതമ്യ പഠനം നടത്താൻ എനിക്ക് അത്ര കഴിവില്ല. മലയാളവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാൻ പറ്റില്ല. മറ്റ് ഭാഷകളിൽ ട്രോളുകൾ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ചിലതൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ താരതമ്യം ചെയ്യാൻ മാത്രം എനിക്ക് അതിനെക്കുറിച്ച് അറിവില്ല. പക്ഷേ മലയാളവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റ് ഭാഷകളെ ചില ട്രോളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. മലയാളവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ കുഞ്ചൻ നമ്പ്യാർ, നമ്മുടെ മലയാളത്തിന് ഗംഭീരമായൊരു ഹാസ്യ പാരമ്പര്യമുണ്ട്. തോലനിലൂടെ, കുഞ്ചൻ നമ്പ്യാരിലൂടെ അങ്ങനെ പോകുന്നൊരു ഗംഭീരമായ ഹാസ്യ പാരമ്പര്യമുണ്ട്. ചിലപ്പോൾ സിനിക്കലായി വരെ മാറാവുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും മാറി ഇന്ന് കാണുന്ന ഒരു മനസ്സ് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പം ഇതിൻ്റെ ഏറ്റവും സർഗാത്മകമായ ആവിഷ്കാരങ്ങളാണ് ട്രോളുകൾ ഞാൻ വിശ്വസിക്കുന്നത്. ട്രോൾ ഭരണ പ്രദേശമാണ് കേരളം എന്ന് എനിക്ക് തോന്നാറുണ്ട്, ഒരു ട്രോൾ ഭരണ പ്രദേശം. അപ്പോൾ ഈ ട്രോളുകൾ നമ്മുടെയൊക്കെ സർഗാത്മകതയുടെ, നമ്മുടെ ഇപ്പോൾ ക്ലാസ്സിൽ പോലും ടീച്ചേഴ്സിൻ്റെയൊക്കെ മുഖങ്ങൾ വെച്ച് ഞങ്ങളുടെ കുട്ടികൾ ട്രോൾ ഉണ്ടാക്കാറുണ്ട്. ഞാൻ അതിനെ പൊതുവെ അംഗീകരിക്കുന്ന ആളാണ്. അപ്പം ഞാൻ കുട്ടികളോട് പറയും, എന്നെക്കുറിച്ച് നിങ്ങൾ ട്രോൾ ഉണ്ടാക്കിക്കോളൂ, എന്നെ കാണിച്ചു തന്നാൽ എനിക്ക് സന്തോഷമാവുകയുള്ളൂ എന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെ വളരെ സ്വാഭാവികമായിട്ട് കുട്ടികൾ ട്രോൾ ഉണ്ടാക്കാറുണ്ട്. അപ്പം ക്ലാസ്സിൽ നടക്കുന്ന അപ്പോൾ ടീച്ചേഴ്സിനോട് പിന്നെ കുട്ടികൾക്കുള്ള പ്രതിഷേധങ്ങളോ തമാശകളോ ഒക്കെ ട്രോൾ രൂപത്തിൽ വരെ പ്രകടിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതൊരു പ്രകാശനോപാധിയാണ്, ഒരു പുറത്തേക്ക് പോകുന്ന ഒരു രീതിയാണത്, പ്രകടിപ്പിക്കുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് ട്രോളുകളെ ഞാൻ സ്വാഗതം ചെയ്യാണ്. മാത്രമല്ല ട്രോളുകൾക്ക് അതിൻ്റെതായ ഒരുപാട് സാമൂഹ്യ ധർമ്മമുണ്ട്. കാരണം നമ്മൾക്ക് ഒരു വശത്തിൻ്റെ വളരെ ചുരുങ്ങിയ വാക്കുകളും പദങ്ങളും കൊണ്ട് ഒരു കാര്യത്തോടുള്ള നമ്മുടെ പ്രതികരണം വളരെ സർഗാത്മകമായി
പ്രകടിപ്പിക്കാനുള്ളൊരു സാധ്യതയാണ് ട്രോളുകൾ. ട്രോളുകളെക്കുറിച്ച് പഠനങ്ങളൊക്കെ ഉണ്ടാവേണ്ടതുണ്ട്. ചില പ്രാഥമിക പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ട്രോളുകളെ കുറിച്ചിട്ട്. അതൊരു പിന്നെ ഭാഷയുടെ ഒരു സർഗാത്മകതയുടെയും ഭാഷയുടെയും നമ്മുടെ ഹാസ്യ പാരമ്പര്യത്തിൻ്റെയൊക്കെ ഏറ്റവും പുതിയ മുഖം പ്രകടിപ്പിക്കുന്നു ട്രോളുകൾ. നമ്മൾ സാധാരണ പരമ്പരാഗതമായിട്ട് പറയും നമ്മുടെ ചെറുപ്പക്കാർക്ക് എന്തില്ല, സാമൂഹ്യ ബോധമില്ല എന്നൊക്കെ പറയും. പക്ഷെ ട്രോളുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ പിന്നിലൊരു ചിന്തയുണ്ട്, അതിന് പിന്നിൽ കുറച്ച് ഗവേഷണമുണ്ട്, അതിന് പിന്നിൽ ലേശം മെനക്കേടുണ്ട്. അപ്പം ആ തരത്തിൽ ഇത് എനിക്ക് തോന്നുന്നു നമ്മൾ പറയുന്ന അപ്പം എല്ലാത്തിനും പിന്നെ പ്രകടനം നടത്തുകയെ എല്ലാ കാര്യങ്ങൾക്കും പോയിട്ട് ആളുകളോട് നേരിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതിന് പകരം അതിനോട് പ്രതികരിക്കുന്ന വളരെ വ്യത്യസ്തമായൊരു ന്യൂജൻ സ്റ്റൈലാണ് ട്രോളുകൾ എന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ പിന്നിൽ നമ്മുടെ ഹാസ്യ പാരമ്പര്യമുണ്ട്, ഷാർപ്പായ ചിന്തയുണ്ട്, നമ്മുടെ വ്യത്യസ്തമായ നിരീക്ഷണങ്ങളുണ്ട്, എല്ലാത്തിനോടും പ്രതികരണ സന്നദ്ധമായൊരു മലയാളി മനസ്സുണ്ട് ട്രോളുകളെ പിന്നിൽ. പക്ഷേ എനിക്ക് തിരിച്ചതിനോട് വിമർശനമുണ്ട്. അതായത് നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ യുവാക്കൾ അവർ വായിക്കേണ്ട വലിയ വലിയ പുസ്തകങ്ങൾ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ എഴുതി വെച്ച കോടാനുകോടി മനുഷ്യർ പല ഭാഷകളിൽ എഴുതി വെച്ച കോടിക്കണക്കിന് പുസ്തകങ്ങളുണ്ട്, വലിയ പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളൊക്കെ കൂടി വായിച്ചാലാണ് നമ്മുടെ ഒരു ലോകബോധം കുറച്ചുകൂടി തീക്ഷ്ണമായി കൃത്യമായി മാറുക. ആ പുസ്തക വായനയിൽ നിന്നൊക്കെ നമ്മളെ ഈ പറയുന്ന ട്രോള് നിർമ്മാണവും അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ പ്രചരിപ്പിക്കലും തമാശകൾ 100 ആൾക്ക് ഫോർവേഡ് ചെയ്യലൊക്കെ ആയിട്ട് നമ്മുടെ വലിയൊരു സമയം നഷ്ടപ്പെടുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആ സമയനഷ്ടത്തിന് അതിനൊരു പരിധി നിശ്ചയിച്ചാൽ ട്രോളുകൾ പോസിറ്റീവാണ്. പക്ഷെ നമ്മൾ പത്രം വായിക്കുന്ന, പുറം ലോകം നോക്കുന്ന, പിന്നെ പുസ്തകങ്ങൾ വായിക്കുന്ന, ആഴ്ചപ്പതിപ്പുകൾ വായിക്കേണ്ടുന്ന നമ്മുടെ സമയത്തിൻ്റെ വലിയൊരു പരിധിയാണ് നമ്മൾ ട്രോളുകൾക്കും തമാശകൾക്കായിട്ട് പോകുന്നത് എന്ന് എനിക്കൊരു വിമർശനമുണ്ട്. 2, ചില ട്രോളുകൾ വല്ലാതെ പരിധി കടക്കുന്നുണ്ട്. നമുക്ക് സ്വകാര്യതയുടെ പരിധിയില്ല, പിന്നെ സത്യവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത എന്തും പറയാവുന്ന ഒരു തരത്തിലേക്ക് തരം താഴുന്ന ഒരു അവസ്ഥയും ട്രോളുകൾക്കുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരാളെ മൂക്കിൻ്റെ പരിധി വരെ നമ്മുടെ സ്വാതന്ത്ര്യമുള്ളൂ. അപ്പം നമുക്ക് എത്രത്തോളം ഒരാളെ പരിഹസിക്കാം. ട്രോളുകളോട് പരിഹസിക്കപ്പെടുന്ന വലിയൊരു വിഭാഗം സ്ത്രീകളും ദളിതരൊക്കെയാണ്. അപ്പം ഈ എല്ലാ ഹാസ്യങ്ങളും KR മീരയുടെ ആരാച്ചാറിൽ പറയും, തെക്കുള്ളവർക്ക് ഹാസ്യബോധം കൂടുതലാണ്. ആരെ പരിഹസിക്കുമ്പോഴാണ്? സ്ത്രീകളെയും തങ്ങളെക്കാൾ താണവരെയും പരിഹസിക്കുമ്പോൾ, താണും നമ്മൾ വിചാരിക്കുന്നവരെയും പരിഹസിക്കുമ്പോൾ. എന്ന് പറഞ്ഞ പോലെ തന്നെ തമാശയ്ക്ക് വിധേയരാകുന്നതിൽ വലിയ രാഷ്ട്രീയ നേതാക്കളും വലിയ ആളുകളും നമ്മൾ വിളിക്കുന്ന ആളുകൾ തൊട്ട് ദളിതരും സ്ത്രീകളും പിന്നെ അതേമാതിരി തന്നെ വലിയൊരു വിഭാഗം ആളുകൾ വരുന്നുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ പരിഹസിക്കാൻ ഒരൊറ്റ ചിത്രവും അല്ലെ 2 ചിത്രങ്ങളും ഒരു 2-3 വാക്കുകൾ ടൈപ്പ് ചെയ്യുന്നതുകൊണ്ട് ഇവരുടെ ഇതുവരെ ഉണ്ടാക്കി അവരുടെ ജീവിതത്തിലെ എല്ലാ നന്മകളെയും ഒക്കെ ഇല്ലാതാക്കാൻ, തച്ചുടയ്ക്കാൻ നമുക്ക് എത്ര അവകാശം ഉണ്ടെന്നൊരു വലിയ ചോദ്യം ട്രോള് നിർമ്മിക്കുന്ന എല്ലാ ആൾക്കാരും കൂടെ വെക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് പറയാനുണ്ട്. എന്നാൽ പോലും ആത്യന്തികമായിട്ട് നോക്കിയാൽ വളരെ ക്രിയേറ്റീവായിട്ടൊരു മേഖലയാണ്. പ്രതികരണ സന്നദ്ധമായ നമ്മുടെ മനസ്സാ കാണിക്കുന്നത്. നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതുവരെ നമുക്കൊരാളെ പരിഹസിക്കാം, ഏതുവരെ പോവാം അതിൻ്റെ പരിധി എന്നൊക്കെയുള്ള, എത്രമാത്രം നമുക്ക് വേറൊരാളെ വ്യക്തിഹത്യ ചെയ്യാൻ പറ്റും, സ്വകാര്യത എത്രമാത്രം. ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. ബ്ലാക്ക് മണി പുറത്തായി എന്ന് പറഞ്ഞിട്ട് അടുത്ത കാലത്ത് ഒരു ട്രോള് വന്നിരുന്നു. അപ്പോൾ അതിൽ പിന്നെ ചിത്രം എന്താ പറയുക നിങ്ങൾക്ക്, ഒരു പിന്നെ ദളിതനായൊരു വൃദ്ധൻ, അദ്ദേഹം ഒരു ചായപ്പീടികയിൽ ഇരുന്നിട്ട് ചായ കുടിക്കാം. അപ്പം അദ്ദേഹം ഇരിക്കുന്ന പൊസിഷൻ കൊണ്ട് അദ്ദേഹത്തിന് ജെനിറ്റൽസ് കാണാൻ പറ്റും. അപ്പോൾ ഒരാൾ ഫോട്ടോ എടുത്തിട്ട് ആളുടെ പിന്നെ ആ മനുഷ്യൻ ഇതുവരെ അറിഞ്ഞിട്ടുണ്ടാവില്ല, ഈ നിമിഷം വരെ അയാൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, തൻ്റെ ചിത്രം വെച്ച് തൻ്റെ സ്വകാര്യത വെച്ചിട്ട് അയാൾ ഇരിക്കുന്ന ഒരു പൊസിഷൻ്റെ പ്രത്യേകത കൊണ്ട് അയാളുടെ ലൈംഗിക അവയവങ്ങൾ വെളിയിൽ കാണാൻ പറ്റും. മുണ്ടുടുത്തിട്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാളുടെ ഫോട്ടോ വെച്ച് ട്രോൾ ഇറങ്ങി. നമുക്ക് എന്ത് അവകാശമല്ലേ? ഈ മനുഷ്യൻ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. അയാളെ ഇങ്ങനെ അപഹസിക്കാൻ നമുക്ക് എന്ത് അവകാശമുള്ളത്? അപ്പം അതിനുള്ളൊരു ക്രിയേറ്റീവായ ചിന്ത ഉള്ളപ്പോഴും വലിയൊരു തെറ്റ്, വലിയൊരു ശരികേട് അതിലുണ്ട് എന്ന് മാത്രമാണ് എൻ്റെ കൂടെ എനിക്ക് പറയാനുള്ളത്. ഈ സംവാദം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം ഈ വേദിയിൽ അടുത്ത പരിപാടി 2 മണിക്ക് തന്നെ തുടങ്ങേണ്ടതുണ്ട്. നമുക്ക് യഥാർത്ഥത്തിൽ ഈ വിറ്റും ഫലിതവുമുണ്ട്. ഈ തമാശാബോധം മാത്രം പോരാ, ഫലിതബോധം വേണം. ഫലിതബോധത്തിൻ്റെ അഭാവമാണ് പലപ്പോഴും ഈ പറഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഫലിതത്തിലാണ് ഇപ്പോൾ രാഷ്ട്രീയമുള്ളത്.
വെറും തമാശയിലല്ല രാഷ്ട്രീയമുള്ളത്, ഫലിതത്തിലാണ് രാഷ്ട്രീയമുള്ളത്. ആ ഫലിതബോധം ആർജിച്ചെടുക്കേണ്ട ചുമതല തീർച്ചയായിട്ടും ന്യൂ ജനറേഷൻ ഉണ്ട് എന്ന് കാര്യമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. ഏതായാലും ഈ സംവാദത്തോടെ അവസാനിക്കുന്നു. ഇത് വളരെ ഏറെക്കുറെയൊക്കെ അർത്ഥവത്തായി എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇതിൽ പങ്കെടുത്ത നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ശ്രീ എൻ പി രാജേന്ദ്രനും അതുപോലെ തന്നെ പി കെ പാറക്കടവിനും സുനിത ടീച്ചർക്കും ഇതിൽ പങ്കെടുത്ത സംസാരിച്ച സാമാജികർക്കും ഇവിടെ കൂടിയിരുന്ന എല്ലാവർക്കും, വിദ്യാർത്ഥികൾക്കും മറ്റു കുട്ടികൾക്കും എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി അവസാനിച്ചായിട്ട് വിനീതമായിട്ട് അറിയിച്ചു കൊള്ളുന്നു. നമസ്കാരം.